ഇന്നിപ്പോൾ 10 വഞ്ചികൾ പണിക്ക് പോയിട്ടുണ്ടെങ്കിൽ 2 വഞ്ചിക്കാരന് കിട്ടിയ അതാണ് ഒരു പത്രക്കാരൻ റിപ്പോർട്ട് ചെയ്യുക. സാധാരണ 8 വഞ്ചിയും വെറുതെ വന്നിട്ടുണ്ടാവും. അപ്പോൾ എന്താ പറയുക, ചാകര ചെമ്മീൻ ധാരാളം കിട്ടി. ഇയാൾ 100 ലിറ്റർ മണ്ണെണ്ണ ഇട്ടിട്ട് ഇപ്പം ഞാൻ കൈപ്പമംഗലത്തുള്ള ഒരാളാണ്. അപ്പോൾ അവിടെ നിന്ന് ഒരു ചാവക്കാടുക്ക് ഒരു ഓട്ടോടി അവിടെ മീനുണ്ടെന്ന് പറയും. അവിടെ ചെല്ലുമ്പോൾ മീനില്ല. അപ്പോൾ അവിടെ നിന്ന് നേരെ അഴീക്കോടുള്ള വഞ്ചിക്കാർ വിളിക്കുന്നു, ഇവിടെ മീനുണ്ട് ഇങ്ങോട്ട് പോവാ. അവിടെ നിന്ന് ചാവക്കാട് നിന്ന് അഴീക്കോട് കൂടി വരുമ്പോൾ 50 ലിറ്റർ കത്തി കഴിഞ്ഞ്. അപ്പോൾ 2 എഞ്ചിൻ വെച്ച് വരുമ്പോൾ 100 ലിറ്റർ മണ്ണെണ്ണ കത്തണേ. ഇതിൻ്റെ ഇൻകം കിട്ടുന്നതിൻ്റെ പ്രധാന പങ്ക് ഈ സമ്പന്നനാണെങ്കിലും അതിലെ തൊഴിലാളിയാണ് പ്രഥമ സ്ഥാനം. അപ്പം തൊഴിലാളി 40 ദിവസം 50 ദിവസം പട്ടിണി കിടന്ന് അവൻ്റെയും കൂടി കണക്കെടുത്തിട്ടായിരിക്കണം ഈ ചുരുക്കുക എന്നുള്ളതാണ് എനിക്കൊരു ബോധ്യം തോന്നുന്നത്. ഞാനതിന് എതിർപ്പല്ല പറഞ്ഞത്. കടലിലെ നമുക്കറിയാം, കുറേ സമയം തിരമാലകളെ നോക്കിയിരുന്നിട്ടുണ്ടാവും. കൂടിയ മുട്ടിനൊപ്പം വെള്ളത്തിലേക്കും ഇറങ്ങിയിട്ടുണ്ടാവും. അതിനപ്പുറത്തേക്കുള്ള കടലിനെ അറിയാൻ തിരമാലകളെല്ലാം മറികടന്ന് മനക്കരുത്തും കൈക്കരുത്തും സ്വായത്തമാക്കിയ 3 അതിഥികളാണ് നമ്മളുടെ പോഡ്കാസ്റ്റിലേക്ക് വന്നിട്ടുള്ളത്. ലെറ്റ് ദം ടോക്കിൻ്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. എൻ്റെ പേര് ശ്രീലക്ഷ്മി. എൻ്റെ കൂടെ ബാബേട്ടനും ഉണ്ട്. നമ്മുടെ അതിഥികളായി വന്നിട്ടുള്ള ബാബു ചേട്ടനെയും കുട്ടൻ ചേട്ടനെയും കുമാരി ചേട്ടനെയും ഞാൻ സ്വാഗതം ചെയ്യുന്നു. നമസ്കാരം. നമസ്തേ. എവിടെയാണ് സ്ഥലം ബാബു ചേട്ടാ? എൻ്റെ വീട് കയ്പമംഗലാണ്, കടൽ തീരമാണ്. ഒരു മകനും ഞാനും ഭാര്യയും അടങ്ങുന്ന മരുമകളിന് പേരക്കുട്ടികളൊക്കെ ഉണ്ട്. അപ്പം മകൻ ജോലിക്കാരനാണ്. അപ്പോൾ അതിൻ്റെ പേരിൽ ഞാൻ സ്വസ്ഥമായിട്ടിരുന്ന് ജീവിച്ചു പോകുന്നു. ഞാൻ തൃശ്ശൂർ ജില്ലയിൽ കയ്പമംഗലം പഞ്ചായത്തിൽ താമസിക്കുന്നതാണ്. തീരദേശത്താണ്. എൻ്റെ വീടിൻ്റെ അവിടെ നിന്ന് ഒരു 100 മീറ്റർ ഉള്ളൂ കടൽ തീരത്തേക്ക്. അത്രയും നടന്നു പോകാം. പിന്നെ ഞാൻ കയ്പമംഗലം നിയോജക മണ്ഡലത്തിലാണ്. ചാച്ചാമരം എന്ന സ്ഥലത്താണ് ഞാൻ താമസിക്കുന്നത്. ചാച്ചാമരം. ഞാൻ തൃശ്ശൂർ ജില്ലയിൽപ്പെട്ടാണ്. ചാമക്കാല ദേശം, പോസ്റ്റ് ചാമക്കാല. കടൽ തീരത്തുനിന്ന് 50 മീറ്റർ ആണ് എൻ്റെ വീട്. പിന്നെ പുരാതനമായിട്ട് ഞാൻ മീൻ പിടിച്ചിരുന്ന ആളാണ്. വഞ്ചി പങ്കായം കൊണ്ടും കൊണ്ടും തുഴഞ്ഞു പോയിട്ട് കാരണന്മാരായിട്ടും ഞാനായിട്ടും മീൻ പിടിച്ചിരുന്ന ആളാണ്. മക്കളായിട്ടും. അത് ഏകദേശം 18 വയസ്സിൽ ഞാൻ കടലിൽ പോയി മീൻ പിടുത്തം തുടങ്ങി. 90 വയസ്സ് വരെ ഞാൻ പോയിട്ടുണ്ട്. 71 അല്ല 72 വരെ പോയിട്ടുണ്ട്. കടലിൽ പോയിട്ടുണ്ട്. അച്ഛനായിട്ട് മീൻ പിടിക്കാൻ പോയിട്ടില്ല. ചേട്ടനായിട്ടും പിന്നെ മക്കളായിട്ടും ഇപ്പോഴും മീൻ പിടുത്തത്തിന് മക്കള് കണ്ടാൽ പോകുന്നുണ്ട്. പിന്നെ മകളെ കൊടുത്ത ഭർത്താവും ഉണ്ട്. അങ്ങനെയാണ് ഇപ്പൊ മീൻപിടുത്തം നടക്കുന്നത്. അപ്പൊ ജീവിതം നമ്മൾക്ക് വേറെ ഒരു വരുമാനം ഇല്ല. ഈ ഒരു മീൻപിടുത്തത്തിന്റെ വരുമാനം മാത്രമേ ഉള്ളൂ. അത് കടലിൽ നിന്ന് നമ്മൾക്ക് മീൻ കിട്ടിയില്ല. നമ്മളുടെ വീട് പട്ടിണി കിടക്കും. ഇന്നത്തെ കാലത്ത് പട്ടിണി കിടക്കാതെ നമ്മൾ കടം മേടിച്ചിട്ടായാലും നമ്മൾ ജീവിതം നമ്മുടെ കാര്യങ്ങളും കൊണ്ടുപോകും. പിന്നെ ഇന്ത്യയിൽ ദാരിദ്ര്യമില്ല എന്ന് പറയുന്നുണ്ട്. എന്നാൽ ദാരിദ്ര്യത്തെക്കാൾ കൂടുതൽ ഇന്ന് ഓരോ വീടും കടക്കണിയിലായിക്കൊണ്ടിരിക്കുന്നു. സാധനങ്ങളുടെ വിലക്കയറ്റവും മറ്റുള്ള കാര്യങ്ങളും പിന്നെ കല്യാണം ആഘോഷം ഭയങ്കരമായിരിക്കുമല്ലോ. പിന്നെ സ്വർണ്ണ വിലയെങ്കിൽ 1 ലക്ഷം എത്തുമ്പോ അടുക്കാറായി തുടങ്ങി. അപ്പൊ പിന്നെ പാവപ്പെട്ടവരെങ്ങനെ ജീവിക്കാൻ? മീൻ കിട്ടിയില്ല. മീൻ പിടിക്കാൻ പോയിട്ട് എത്ര കാലം വർഷം മുമ്പ്? എനിക്കൊരു 13 വയസ്സുള്ളപ്പോഴാണ്. അപ്പൊ തൊഴിൽപരമായിട്ട് വെച്ചാൽ എൻ്റെ അന്നും ഞാനിപ്പോൾ താമസിക്കുന്ന എൻ്റെ അച്ഛനായിട്ട് താമസിക്കുന്ന സ്ഥലത്തിന്റെ അടുത്ത് നിന്ന് ഒരു 100 മീറ്റർ തന്നെ ഉള്ളൂ. അതേ ഏരിയയിൽ തന്നെ ഞാൻ താമസിക്കുന്നു ഇപ്പോഴും കടലായിട്ട്. അപ്പൊ പണിക്ക് പോകുമ്പോ അച്ഛനൊക്കെ പണിക്ക് പോകുമ്പോൾ ഞാൻ സ്കൂളിൽ പോയില്ലെങ്കിൽ കടപ്പുറത്ത് പോകും. വളരെ ചെറുതായിരിക്കുമ്പോ ഞാൻ 4 വരെ പഠിച്ചിട്ടുള്ളൂ. 4 വരെ പഠിച്ച് പിന്നെ പഠനം നിർത്തി. പിന്നെ ഞാൻ കടപ്പുറത്ത് വഞ്ചിയുടെ അടുത്ത് പോയി എന്തെങ്കിലുമൊക്കെ അന്ന് വഞ്ചിക്കാർ മീനായിട്ടൊക്കെ എടുത്തു കഴിഞ്ഞാൽ അവര് പൈസ കിട്ടണത് പങ്കുവെക്കുമ്പോൾ, പണിക്ക് ഒരു പങ്കുവെക്കുമ്പോൾ കൂട്ടത്തിൽ കുട്ടികളെ ഞങ്ങൾക്കും 10 പൈസ 5 പൈസ വെച്ചൊക്കെ തരും.
അപ്പൊ അതിനു വേണ്ടി ഞങ്ങൾ നേരത്തെ ചെന്ന് വഞ്ചി നമ്മളെ സഹായിക്കുമ്പോ അല്ലല്ല സഹായമൊന്നുമില്ല, വെറുതെ പോയി നിന്നാ മതി അവിടെ. അത് പിള്ളേർക്ക് മാത്രല്ല. വഞ്ചി കയറ്റി കഴിഞ്ഞ് പൈസ പങ്കുവെക്കുന്ന സമയത്ത് അവിടെ ചെന്ന് നോക്കുമ്പോ നമുക്ക് 5 പൈസ 10 പൈസ വെച്ചൊക്കെ തരും. നേരത്തെ തൊഴിലാളികൾ അപ്പൊ അത് 25 ആൾക്കും കൊടുക്കും. പല സ്ഥലത്ത് പല വഞ്ചിക്കാരും അങ്ങനെ കൊടുക്കുന്നുണ്ടാവും. അപ്പൊ അവിടെയൊക്കെ പോയി അപ്പൊ ചിലപ്പോ 3-5 എടുത്ത് പോയിട്ട് ചിലപ്പോ 25 പൈസ അല്ലെങ്കിൽ 50 പൈസ അല്ലെങ്കിൽ 30 പൈസ ഒക്കെ കിട്ടും ദാനമായിട്ട്. കാരണം കടലിൽ നിന്ന് കിട്ടുമ്പോ നാളെയും കൂടുതലായ വഞ്ചികൾക്ക് പണിക്ക് പോകുമ്പോ മത്സ്യം കിട്ടാൻ വേണ്ടിയിട്ട് വരുന്നവരൊക്കെ സന്തോഷിപ്പിക്കാം. ഇത് നേരത്തെ പണിക്ക് പോയിട്ട് ഈ സന്ദേശം. ജോലി ചെയ്യാൻ പറ്റാതിരിക്കുന്ന ആൾക്കാരൊക്കെ ഉണ്ടല്ലോ, നേരത്തെ പണിക്ക് പോയിരുന്നിട്ട് അവരും ചിലപ്പോ ആ ഭാഗത്തൊക്കെ വന്നിരിക്കണ്ടാവും. അവർക്കും ഇതിൽ നിന്നൊരു പങ്ക് കൊടുക്കാറുണ്ട്. 5 രൂപ 2 രൂപ ഒക്കെ അവർക്കും കൊടുക്കും. കാരണം വെച്ചാല് അദ്ദേഹം നമ്മളെ കടപ്പുറത്ത് എത്ര വർഷം മീൻ പിടിച്ചിരുന്ന ആളാണ്. എനിക്ക് ഇന്ന് 56 വയസ്സായി. അദ്ദേഹത്തിന് വയ്യാണ്ടായി. 13 വയസ്സിൽ തൊട്ടാണ് ഞാൻ പിന്നെ കടലിൽ പോകുന്നത്. അങ്ങനെ ചെന്ന് പിന്നെ വഞ്ചിമ്മേൽ എന്തെങ്കിലുമൊക്കെ സഹായിക്കും. അന്ന് പാളന്ന് വെച്ചാല് അടക്കാരം കൊണ്ട് ഉണ്ടാക്കുന്ന അടക്കാരപ്പാള കൊണ്ട് അതുകൊണ്ടാണ് ഈ വഞ്ചിയിൽ നിന്ന് വെള്ളം കോരി കളയാം. ഓല കൊണ്ട് നെയ്ത തടുക്കെന്ന് പറയും ഞങ്ങള്. അത് 2 പടിമ കെട്ടി വെച്ചിട്ടാണ് അതിനകത്താണ് മീൻ കിട്ടുന്നത് ഇടായ കള്ളിയിലേക്ക്. അപ്പൊ മീൻ കിട്ടി വഞ്ചി എടുത്തു കഴിഞ്ഞാല് അതൊക്കെ കഴുകി കൊണ്ടുവന്ന് ഞാൻ കുട്ടികളിന് വെക്കാം. അപ്പൊ അങ്ങനെ പിന്നെ വഞ്ചിയിൽ ഒരു ദിവസം കയറ്റി വെച്ചു. അങ്ങനെ അന്ന് വഞ്ചിയിൽ പണിക്ക് പോയി ഭയങ്കരമായിട്ട് ഛർദ്ദിച്ച് കടലിന്റെ മണം ഒരു 4-5 കിലോമീറ്റർ അകലം വരെ പോയി കരയുന്നു. അങ്ങനെ ഛർദ്ദിച്ച് വളരെ അവശതായി. അല്ലല്ല കാലഘട്ടത്തിനനുസരിച്ച് വഞ്ചിയും മത്സ്യബന്ധനവും ഒക്കെ മാറിയിട്ടുണ്ട്. ഇല്ല, കാരണം പരമ്പരാഗത മത്സ്യത്തൊഴിലാളിക്ക് ബോർഡറുകളില്ല. അത് ബോർഡറുകൾ ഉള്ളത് നമ്മളുടെ അതായത് നമ്മുടെ ഇന്ത്യയുടെ അതിർത്തി കടക്കുന്ന അങ്ങനത്തെ ബോർഡർ. ഇപ്പൊ ശ്രീലങ്ക കന്യാകുമാരിന്ന് പോകുമ്പോൾ അതിന് ബോർഡർ ഉണ്ട്. ആ പരിധി വിട്ട് അങ്ങോട്ട് കടന്നു കഴിഞ്ഞാൽ അവർ പിടിക്കും. അപ്പൊ അതേമാതിരി തമിഴ്നാട്ടിൽ പോയി മീൻ പിടിക്കുന്ന വിഷയമില്ല നമുക്ക്. ഇവിടുന്ന് പോയിട്ട് തമിഴ്നാടിന്റെ അതിർത്തിയിൽ അത് നമ്മുടെ ഇന്ത്യയുടെ പരമ്പരാഗത മത്സ്യത്തൊഴിലാളികൾ എന്ന് പറഞ്ഞാല് ഈ പങ്കായം വലിച്ചും തണ്ടു വലിച്ചും പങ്കായം തുഴഞ്ഞും പോയി ഇപ്പോൾ ഉള്ള മത്സ്യബന്ധനത്തിന് ഒരു പരിധിണ്ട്. നമ്മൾ കൂടി കരയിൽ നിന്ന് തണ്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 5 കിലോമീറ്റർ ഉണ്ടാവില്ല ഒക്കെ വരെ പോകും. 15 കിലോമീറ്റർ വരെ തണ്ട് വലിക്കുന്ന പറഞ്ഞാൽ നമ്മളിങ്ങനെ മുള കൊണ്ടുള്ള ഒരു ഇതാണ്. ഒരറ്റത്ത് ഒരു വീതി കൂടി ഒരു പത്തി ഉണ്ടാവും. അപ്പൊ അത് വെച്ചിട്ട് വെള്ളത്തിനെ തള്ളി വിടുന്ന തണ്ട് വെള്ളത്തിനെ തുഴഞ്ഞിട്ടു ആണ് പോകാം. പങ്കായം തുഴയുന്നതിന്റെ പ്രധാന കാരണം കിലോമീറ്റർ വരെയൊക്കെ പോകും. അപ്പൊ അത് നമുക്കൊന്നുമില്ല, നമ്മൾ വളരെ കരക്കാണ് പോണത്. ആഴക്കടൽ മത്സ്യബന്ധനം നടക്കുമ്പോൾ ബോട്ട് വലിയ യാനങ്ങളൊക്കെ പോകുമ്പോഴാണ് വലിയ അകലെ പോയുള്ള മത്സ്യബന്ധനം ചില അതിർത്തി ലംഘിച്ചൊക്കെ കടന്ന് പിടിച്ചു എന്നൊക്കെ ഈ കാലഘട്ടത്തിൽ നമ്മൾ കേൾക്കുന്നത്. മൺസൂൺ സമയമാകുമ്പോൾ നമ്മൾക്ക് കടപ്പുറവും കടലും ഒക്കെ എന്ന് വെച്ചാൽ പ്രക്ഷുബ്ധമാകുന്ന സമയങ്ങളാണ്. ആ സമയം വലിയ തിരമാലകളൊക്കെ ഇരിക്കും. പഴയ കാലഘട്ടത്തെ ആ തിരമാലകളാണെങ്കിലും പട്ടിണി കൂടുതലുള്ള ഒരു കാലഘട്ടമാണ്, യാതൊരു തർക്കവുമില്ല. അന്നൊക്കെ എനിക്കൊരു 13 വയസ്സ് 14 വയസ്സ് 15 വയസ്സ് പ്രായ കാലഘട്ടത്തിൽ അന്ന് റേഷൻ കടയിൽ നിന്ന് കിട്ടുന്ന ഒരു അരിയുണ്ട്, ചുവന്നിട്ടൊരു വലിയ അരി. അത് തന്നെ നമ്മള് കാലത്തൊരു 8 മണിക്കിട്ട ഉച്ചക്ക് 12 മണി 1 മണി ഒരു ദിവസം പണിക്ക് പോയില്ലെങ്കിൽ കുടുംബം പട്ടിണിയും പുകയിലില്ല. അപ്പൊ എന്ത് കടൽ ആണെങ്കിലും പരമാവധി പണിക്ക് പോകും. അപ്പൊ പണിക്ക് പോയി ചിലപ്പോ വഞ്ചി തള്ളി പോകുമ്പോ തെര പിടിച്ച് വഞ്ചി മറിയാം. എന്നിട്ട് വീണ്ടും ആ വഞ്ചിനെ കരക്കേറ്റിയ വെള്ളം കഴിഞ്ഞ് വീണ്ടും പണിക്ക് പോകും. ദാരിദ്ര്യമാണ്. പിന്നെ അതല്ല, അന്നത്തെ ആൾക്കാർക്ക് നല്ല നെഞ്ചുറപ്പും ആത്മധൈര്യവും ഉണ്ട്, നല്ല ആരോഗ്യമാണ്. അവര് പ്രാരാബ്ദം കൊണ്ടാണ് കടലിനോട് മല്ലടിച്ച് പോകുന്നത്. കുടുംബത്തിൽ 8 പേര് 10 പേരാണ്. കാരണം അച്ഛനും മകനും വേറൊരു മകനും, അവര് 2 പേരും 2 മക്കൾ കല്യാണം കഴിച്ചിട്ടുണ്ടാവും. പിന്നെ 4 മക്കൾ 5 മക്കൾ കല്യാണം കഴിക്കാത്തവരുണ്ടാവും. എല്ലാവരും ഒരുമിച്ച് കഴിയണത്. അതും ഓല വീടുകൾ, ഓലമേഞ്ഞ വീടുകൾ. അതിന് പ്രത്യേകിച്ച് മുറികൾ എന്നൊന്നും പറയാൻ പറ്റില്ല. നമ്മൾ 2, 3, 5 ചെയ്യുന്നത് ഓല വെച്ച് ഇടയിലൊരു മറ ഉണ്ടാവും. എന്നാലും ഒരു ആള് നിന്ന് നോക്കി അപ്പുറത്തേക്കാണ് ഇപ്പുറത്തേക്കാണ്. 1ഉം 2ഉം കുടുംബങ്ങൾ അയാളുടെ വീട്ടിൽ ജീവിച്ച്. പക്ഷെ ദാരിദ്ര്യം ഉണ്ടെങ്കിൽ അന്നൊരു സന്തോഷം, ഐക്യം നമ്മുടെ നാട്ടിൽ നിലനിന്നിരുന്നു. അനുസരണശീലം ഉണ്ടായിരുന്നു കാരണന്മാരെ. ഇന്നതല്ല, ഇന്നത് കാലം മാറി. കാലഘട്ടത്തിനനുസരിച്ച് മത്സ്യബന്ധന സാധ്യതകളും മത്സ്യം പിടിക്കലും മാറി, യാനങ്ങളൊക്കെ മാറി. വ്യത്യാസപ്പെട്ടെന്ന് വെച്ചാൽ ഈ 90-95 കാലഘട്ടത്തിലാണ് നമുക്ക് ഇവിടെ യമഹ എന്ന് പറഞ്ഞൊരു സാധനം വന്നത്. യന്ത്രവൽക്കൃത ഔട്ട്ബോർഡ് എഞ്ചിൻ വന്നു.
അപ്പൊ നമ്മൾ വഞ്ചികളിൽ ആദ്യം വന്നത് 2-ന്റെ ഒക്കെ യമഹ സുസുക്കിയൊക്കെ 2 സ്പീഡ്. പിന്നെ അത് കഴിഞ്ഞ് 8 ആയി, 5, 8 ആയി. പിന്നെ അത് കഴിഞ്ഞ് 9 ആയി, 15 ആയി. അപ്പൊ യമഹ, സുസുക്കി, ജോൺസൺ എന്നൊക്കെ പറഞ്ഞ എഞ്ചിനുകളെ പരമ്പരാഗത മത്സ്യത്തൊഴിലാളിക്ക് ഈ മരവഞ്ചിര സൈഡിൽ വെച്ച് ഓടിക്കാനുള്ള സംവിധാനത്തിൽ വന്നത്. പിന്നെ അങ്ങനെ അതൊരു 5-8 വർഷം ഇങ്ങനെ പോകുന്നുണ്ടിരിക്കലെ ഒരു 5 പേരാണെന്ന് ഒരു വഞ്ചി, വലിയ വഞ്ചിയിൽ പണിക്ക് പോവാ. അപ്പൊ 2 വഞ്ചി കൂടിയും പണിയെടുക്കും, ഒരു വഞ്ചും പണിയെടുക്കും. അപ്പൊ മീൻ പിന്നെ എന്ത് പറയാ, വന്ന് കുടുങ്ങി കിട്ടണം, അല്ലെങ്കിൽ കയറി വന്ന് കിട്ടണം. ഒരിക്കലും വേറൊരു സംവിധാനം ഇല്ല. ഇന്നെന്ന് പറഞ്ഞാൽ നമ്മൾ മീനൊക്കെ കണ്ടു കഴിഞ്ഞാൽ വളയാണ്. അപ്പൊ കാലം മാറി. അപ്പൊ അതൊരു 10 വർഷത്തോളം കഴിഞ്ഞപ്പോ പിന്നെ ചെറിയ ചെറിയ വള്ളങ്ങൾ, ഒറ്റക്കൂരായിരുന്നു പറയും ഞങ്ങളുടെ മേഖലകളിൽ, ഒറ്റക്കൂര് എന്ന് പറയും. അപ്പൊ അതിലൊരു 10 പേര് 12 പേരൊക്കെ പോണ സംവിധാനം വന്നു. 15-ന്റെ ഒക്കെ യമഹ വന്നു തുടങ്ങി. അവിടെ നിന്ന് ഒരു 5 വർഷം കഴിഞ്ഞപ്പോഴത്തേനും 25-40-ന്റെ ഒക്കെ യമഹ ഇറങ്ങി. വലിയ വലിയ വള്ളങ്ങളായി. അപ്പോഴും മരവള്ളം തന്നെയാണ്, മരം തന്നെയാണ് അപ്പോഴും സംഭവം. അതിനുശേഷം അവിടെ നിന്നൊരു എന്താ വെച്ചാൽ ഈ 95-ന് ശേഷം ഒരു 2015 കൂടി യന്ത്രവൽക്കൃതം ഈ മരം എന്നുള്ളത് മാറി, ഇരുമ്പിന്റെ ഫൈബറിന്റെ ഒക്കെ ആയി. അപ്പൊ അതിനനുസരിച്ച് അപ്പൊ അതില് ഇരുമ്പിന്റെ ഫൈബറിന്റെ ഒക്കെ ആയപ്പോ അതില് 40 ആൾ 50 ആൾ പണിയിടും. യമഹ എന്ന് പറയുന്നത് മാറി, യമഹ എന്ന് പറയുന്ന എഞ്ചിൻ മാറി. പിന്നെ കപ്പലുകളുടെ ഒക്കെ വലിയ ബോട്ടിന്റെ ഒക്കെ എഞ്ചിൻ വെച്ചുള്ള സംവിധാനങ്ങളായി. അപ്പൊ ഈ യമഹ മീൻ കൊണ്ടുവരുന്ന ചെറിയ വള്ളങ്ങളുണ്ട്, വള്ളക്കാരി കിട്ടിയാൽ അതിൽ പോരലായി. അപ്പൊ പരമ്പരാഗതമായിട്ട് നേരത്തെ ഈ 5 പേരും 3 പേരും പോയിരുന്ന വഞ്ചിയുടെ സ്ഥിതി മാറി, ഫൈബറായി. പിന്നെ 7 പേർക്കോ 6 പേർക്കോ ഒക്കെ പോകുന്ന സൗകര്യങ്ങളായി. പിന്നെ കുമാരിച്ചേട്ടൻ പണ്ട് പോയിരുന്നല്ലോ, ആ സമയത്തൊക്കെ ഈ മീനുണ്ട് മുൻകൂട്ടി മീൻസ് നമ്മളിങ്ങനെ പോകുന്ന സമയത്ത് കരയിനെ അറിയാൻ പറ്റാവുന്ന ലക്ഷണം ഉണ്ട്. എത്ര വയസ്സിന് പോയി? ഞാൻ 18 വയസ്സിൽ. അപ്പൊ മീനുണ്ട്, അവിടെ മീനുണ്ട് എന്നെങ്ങനെ അറിഞ്ഞിരുന്നത്? മീനിന് ഉണ്ടെന്ന് പറയുന്നത് എങ്ങനെയെന്ന് വെച്ചാല് നമ്മളെ പോകും ചെല്ലുമ്പോ കുറെ പടിഞ്ഞാറ് വരെ ചെല്ലുമ്പോള് അന്ന് ചാള പൊങ്ങപ്പുറം വെച്ച് വരും. പുകപ്പറച്ച വെള്ളത്തിന്റെ മുകളിൽ കൂടി പോകുന്ന പുലപ്പ്, അതായത് കൂട്ടമായിട്ട് പോവുക, നീന്തി പോകുന്നു. പിന്നെ പെരപ്പ്. അപ്പൊ അങ്ങനെ പോകുമ്പോ അതിന്റെ ഓളമാണ് കാണും. ആ ഓളം കാണുമ്പോ മനസ്സിലാവും. നമ്മള് വഞ്ചിന്ന് നിന്നിട്ട് നോക്കുമ്പോ നമുക്കൊരു 4 അടി വെള്ളത്തിൽ വിട്ടുണ്ടാവുള്ളൂ. പെരപ്പായിട്ടും കാണാം, നീല നിറത്തില് കാണാം, കറുത്ത കളറുമാതിരി കാണും. കാരണം വെച്ചാല് അത് അത്രയും മുറ്റായിട്ട് പോകുന്ന വെള്ളത്തിൽ നിന്ന് 1 മീറ്റർ താഴെ മുറ്റെന്ന് പറഞ്ഞ ഉദ്ദേശിക്കുന്നത് തിക്കായിട്ട് കൂടുതൽ കളറ്. പിന്നെ വെള്ളത്തിന്റെ അടിയിൽ കൂടെ പോവാണെങ്കിൽ അന്ന് ചാള എന്ന് പറയുന്നത് മാതിയിടും. മാതി എന്ന് പറഞ്ഞാൽ ചെറിയ ചെറിയ പോളം, അതായത് ഓക്സിജൻ, അതായത് ഇത് വലിച്ചെടുക്കുന്ന ഓക്സിജൻ വെള്ളത്തിന്റെ ഉള്ളിൽ കൂടി ഊളിട്ട് പോകുമ്പോൾ ആ ഈ ഓക്സിജൻ വിടുന്നതാണ് മുകളിലേക്ക് വരും. അത് കണ്ടും ഈ മീൻ പോകുന്നു എന്ന് ഞങ്ങൾ മനസ്സിലാക്കാറുണ്ട്. പിന്നെ ചെള്ള എന്ന് ഉദ്ദേശിക്കുന്നത് ചെളി, കടലിലെ ചെളി, ചുവപ്പ് കളർ കാണാം, ചെങ്കല്ല് നിറത്തില്. അത് മീൻ മറിക്കുന്നതാണ്. ഈ ചെള്ള മറിക്കുന്നത് അത്രയും താഴെ കൂടെ പോകുമ്പോ അന്നത്തെ ആളുകളൊക്കെ അതാണ്. ഇന്നിപ്പോ മീൻ നടന്ന് ഭക്ഷണമുണ്ട്. ആ സമയത്ത് എങ്ങനെ വലയിടും? ആ സമയത്ത് നമ്മള് തുഴയണ വഞ്ചിയാണ് നീട്ടുന്ന വലയുണ്ട്, നീട്ടുന്ന വല എന്ന് പറയുന്നത് ഒഴുക്കി വിടുന്നത്. തണ്ട് വലിച്ചു പോകുമ്പോ അടിയിൽ വെയിറ്റ് ഉണ്ടാവും, മുകളില് പൊന്തെന്ന് പറഞ്ഞാല് നിവർന്ന് നിൽക്കാനുള്ള. അപ്പൊ ഇത് കണ്ട് നമ്മ ചിലപ്പോ വളയും, ഫ്ലോട്ട് ഉണ്ടാവും, ശരിക്കും ഇങ്ങനെ വളയും. ഫ്ലോട്ട് എന്ന് പറയാം മോളായിട്ടുള്ള. അതിനകത്താക്കും. എന്നിട്ട് നമ്മളുള്ള തണ്ടും വടികളൊക്കെ ഉണ്ടാവും, തെനക്കി അങ്ങനെയാണ് ഇതിലേക്ക് മീൻ കയറാം. അപ്പൊ ഈ വടിയിൽ ഒച്ച കേൾക്കുമ്പോ മീൻ അങ്ങോട്ട് പറക്കുമ്പോ അത് വട്ടവലക്കാരുടെ സംവിധാനമാണ് കൂടുതലും. ഈ പറഞ്ഞതിന്റെ രീതി എന്ന് പറയുന്നത് വട്ടവല എന്ന് പറഞ്ഞിട്ടേ 2 വഞ്ചി കൂടി വല പെയ്യുന്നൊരു കാലഘട്ടം ഉണ്ടായിരുന്നു. വല പെയ്യാന്ന് വെച്ചാല് ഈ ഒരു മാലിമാരുത്തെ ഏകദേശം ഒരു മാലിയുടെ രൂപത്തിലുള്ള വലിയൊരു വല എന്ന് വെക്കാം. അതിന്റെ ഒരു കമ്പ എന്ന് ഉദ്ദേശിക്കുന്നത് കയറ്. 2 കമ്പിൽ ഒരു കമ്പ ഒരു വഞ്ചിക്കാരനും ഒരു കമ്പ മറ്റേ വഞ്ചിക്കാരുണ്ടാവും. അപ്പോൾ 2 വഞ്ചിയുടെ അകത്തെ തണ്ട് ഊരി വെച്ചിട്ട് ഉള്ളില ഈ വല പോകുന്ന ഭാഗത്ത് ഊരി വെച്ചിട്ട് പുറം തണ്ട് കൊണ്ട് വഞ്ചി തുഴയും, വഞ്ചി വലിക്കും, അകത്തേക്ക് വല ഇടുകയും ചെയ്യും. വല ഇട്ട് ഇങ്ങനെ വളഞ്ഞു വരുമ്പോഴേക്കും ആ മീനുള്ളിലേക്ക് കയറാനായിട്ട് ഈ വഞ്ചിയുടെ സൈഡിൽ
ഇങ്ങനെ മരവഞ്ചിയാണല്ലോ, അതിൻ്റെ സൈഡിൽ മരത്തിൻ്റെ ഈ മുക്കോൽ എന്ന് പറഞ്ഞ സാധനം, അതായത് തണ്ടിനെ ഈ വഞ്ചിയുടെ സൈഡിൽ പിടിപ്പിക്കുന്ന സാധനം മുക്കോൽ എന്ന് പറഞ്ഞു. ഈ മുക്കോൽ മരത്തിൻ്റെ തന്നെയാണ്. അതിനെ ഇട്ട് ഇങ്ങനെ അടിക്കുമ്പോൾ ഈ സൗണ്ട് കേൾക്കുമ്പോൾ മീൻ തിരിഞ്ഞ് ഇതിനുള്ളിലേക്ക് കയറി, അത് കയറി അവിടെ മുട്ടിയെന്ന് ഞങ്ങൾക്ക് മനസ്സിലാവുന്ന പല ലക്ഷണങ്ങളുണ്ട്. ആ ലക്ഷണത്തോടൊപ്പം തന്നെ വലിച്ചു പൊക്കും. അപ്പോൾ ഈ പറഞ്ഞ മാതിരി മീനുള്ളി. പിന്നെ ഇപ്പൊ അതേ നേരത്തെ പറഞ്ഞ കാലഘട്ടം എന്ന് വെച്ചാല് ഈ കഷ്ടപ്പാടിന്റെ ഒരു കാലഘട്ടത്തില് അന്ന് പിന്നെ സമ്പാദ്യം എന്ന് പറഞ്ഞാൽ വരുന്നൊന്നുമില്ല, നമുക്ക് ജൈവിച്ചൊക്കെ വരുന്നുള്ളൂ. പിന്നെ ഈ യമഹൊക്കെ വന്ന സമയത്ത് നമുക്ക് 4 രൂപ 5 രൂപ മണ്ണെണ്ണ കിട്ടിയിരുന്നു. അന്നൊരു 8ന്റെ യമഹക്ക് 400 ലിറ്റർ മണ്ണെണ്ണ കിട്ടും. അപ്പൊ മത്സ്യത്തൊഴിലാളിക്ക് സമൃദ്ധിയാ. പക്ഷെ മത്സ്യബന്ധനത്തില് വിജയില്ല. മത്സ്യബന്ധനം ചെയ്ത് നമ്മൾ വന്നിട്ട് മത്സ്യം കിട്ടിയ പൈസ നമുക്ക് വീട്ടിൽ വലിയതായിട്ട് സേവിങ് ഇല്ല. അതിന്റെ അങ്ങനത്തെ ഒരു സമയമായിരുന്നു. പ്രധാന ഭാഗം എന്ന് പറഞ്ഞത് നിത്യവരുമാനമുള്ളൊരു തൊഴിലെല്ലാം മത്സ്യമേഖല. ഇന്നിപ്പോൾ 10 വഞ്ചികൾ പണിക്ക് പോയിട്ടുണ്ടെങ്കിൽ 2 വഞ്ചിക്കാരന് കിട്ടിയ അതാണ് ഒരു പത്രക്കാരൻ റിപ്പോർട്ട് ചെയ്യുക. സാധാരണ 8 വഞ്ചിയും വെറുതെ വന്നിട്ടുണ്ടാവും. അപ്പം എന്താ പറയുക, ചാകര കൊയ്ത്ത് ചെമ്മീൻ ധാരാളം കിട്ടിയ 2 വഞ്ചിക്കാരനായിട്ടുള്ള 10 പേർക്ക് കഴിക്കുക മത്സ്യം. ഈ 100 പേര് പോയാൽ 10 പേർക്കായിരിക്കും മത്സ്യം കിട്ടി കുടുംബത്തിലേക്ക് പെട്ടത്. മറ്റൊരൊക്കെ പട്ടിണിയായിട്ട് വന്നി. പക്ഷെ എന്ന് വെച്ചാൽ കറിക്കൊക്കെ കൊടുക്കും, അല്ലാണ്ട് ഇവർക്ക് കിട്ടുന്ന പങ്കൊന്നും ആരും കൊടുക്കാറില്ല. പിന്നെ മത്സ്യത്തൊഴിലാളിക്ക് ഒരു പ്രത്യേകത എന്ന് വെച്ചാൽ ദാനധർമ്മത്തിൽ എല്ലാ മേഖലകളിൽ പ്രവർത്തിക്കുന്ന ആളെക്കാളും ഭയങ്കര ദാനധർമ്മികളാണ്. ദേശക്ഷേത്രം കുടുംബക്ഷേത്രം, അതായത് 10 ദിവസം കഴിഞ്ഞിട്ട് ഒരിക്കലും കിട്ടിയാലും ശരി, അതുപോലെ പണിക്ക് പോകാൻ പറ്റാത്ത ഒറ്റപ്പെട്ട് ജീവിക്കുന്ന ആൾക്കാരൊക്കെ ഉണ്ടാവും. ഈ അസുഖം ബാധിച്ച് കിടക്കുന്നവരുണ്ടാവും. ഇപ്പൊ ഈ പറഞ്ഞ പണ്ടൊക്കെ ഇതിന്റെ പൈസ പങ്കുവെക്കുമ്പോ കുട്ടികൾക്കൊക്കെ കൊടുക്കുന്നത്. ഇന്ന് അങ്ങനെ കുട്ടികളൊന്നും വന്ന് നിൽക്കാറില്ല. ആ ശീലൊക്കെ മറന്നുപോയി. ഇപ്പൊ അങ്ങനെ ആരും വന്ന് നിൽക്കാറില്ല. അപ്പൊ ഇപ്പൊ എന്താന്ന് വെച്ചാല്, എടാ അവിടെ ഈ നമ്മളുടെ കുമാരച്ചേട്ടൻ സുഖമില്ലാണ്ട് കിടക്കുന്നത് കുറച്ച് ദിവസമായി, നമുക്ക് എന്തെങ്കിലും കൊടുക്കണം. അതിനെന്താ, നമുക്കല്ല അതിൽ നിന്ന് ഇത്ര കാശ് നീക്കി വെച്ചിട്ട് കുമാരച്ചേട്ടനെ കൊണ്ടു കൊടുക്ക്. അതല്ലടാ, ഇതേ കുട്ടൻ്റെ മകന് വീട് ഇങ്ങനെ കാറ്റത്ത് വീണ്, അതിന് നമ്മൾക്ക് എന്തെങ്കിലും ധനസഹായം ചെയ്യണം. ഇങ്ങനെ ദാനധർമ്മത്തിൽ വളരെ മുൻപന്തിയിലാണ് ആര്, മത്സ്യത്തൊഴിലാളികൾ. ഒരു 1000 രൂപയുടെ മീൻ കിട്ടിക്കഴിഞ്ഞാൽ ഇതിന് വലയും വഞ്ചിക്കും ആയിട്ടൊരു 40% മാറ്റി വയ്ക്കും. എങ്കിലാണ് ഇല്ല, വണ്ണെണ്ണ ഇല്ലാത്ത കാലഘട്ടത്തിൽ തന്നെ ആയാലും ഒരു 40% പൈസ നീക്കിക്കലാണ് ഈ വല ഉണ്ടാക്കിയതിനും വഞ്ചി ഉണ്ടാക്കിയതിനൊക്കെ ഒരു നേരത്തെ ഒരു ചിലവുണ്ടല്ലോ, അതിലേക്കൊരു മാറ്റി വെച്ചാലാണ് അതിൻ്റെ പരിക്കുകൾ, അതിന് കേടുപാടുകൾ വരുന്നത് നന്നാക്കണമെങ്കിൽ പൈസ വേണ്ടേ, അതിന് കുറച്ച് പൈസ മാറ്റി വയ്ക്കും. ബാക്കി 60% പൈസയാണ് 10 പേർക്ക് കൊടുക്കുക. ആ 10 പേർക്ക് വയ്ക്കുന്ന പൈസയിൽ നിന്നിട്ട്, അല്ലെങ്കിൽ ഈ മൊത്ത പൈസയിൽ നിന്നിട്ട് ആദ്യം നമ്മുടെ ദേശക്ഷേത്രത്തിന് അത് ഒരു നിയമം ഉണ്ടാവും, ഇത്ര ശതമാനം ക്ഷേത്രത്തിലേക്ക് കൊടുത്തിരിക്കാം, അത് നിർബന്ധമാണ്. അത് അവിടെ നമ്മ 10 ദിവസം കൂടിയിട്ടില്ല ഇത് കിട്ടിയത്, ഇപ്പം അമ്പലത്തിൽ കൊടുക്കണ്ട, ആ ചിന്തില്ല. ദാനധർമ്മങ്ങൾ നിർബന്ധമാണ്. പെട്രോൾ ഇപ്പം ഇന്നത്തെ കാലഘട്ടത്തിൽ എൻജിൻ വെച്ച് ഓടണമല്ലോ. മീൻ കിട്ടിയാലും കിട്ടിയില്ലെങ്കിൽ, മണ്ണെണ്ണ ഇല്ലെങ്കിലോ ഡീസൽ പെട്രോൾ ഇല്ലെങ്കിലും എൻജിൻ ഓടില്ലല്ലോ. അപ്പം എൻജിന് പറയാൻ പറ്റുമോ ഇന്ന് മീൻ കിട്ടിയിട്ടില്ല, ഇനി പെട്രോൾ തരാൻ പറ്റില്ല, നീ ഓടണമെന്ന് പറയാൻ പറ്റില്ല. അവിടെയാണ് അതിന് മാറ്റം. അതാണ് മനസ്സിലാക്കേണ്ട ഒരു കാര്യം. ചിലവുകൾ 10 ദിവസം ചിലപ്പോൾ ഈ പണിക്ക് പോകാൻ വേണ്ടിയിട്ട് കടം പേടിച്ചും കഷ്ടപ്പെട്ടൊക്കെ പോകും. അത് ഈ ഓട്ടോമാറ്റിക്കായിട്ട് കടലമ്മ ഇന്നലൊക്കെ നാളെ തരും, ഭയങ്കര വിശ്വാസമാണ്. അമ്മ തന്നിരിക്കും. നമ്മുടെ പട്ടിണി ദാരിദ്ര്യം ആര് മാറ്റും? ഗവൺമെൻ്റ് അല്ല, അമ്മ തരും. അതാണ് പ്രതീക്ഷ. ആ പ്രതീക്ഷയാണ് ഇന്ന് വരേക്കും ഈ വളർന്ന് വലുതായി ഈ രക്ഷപ്പെടുന്നത്. വഞ്ചികൾ നമ്മൾ പറഞ്ഞല്ലോ, നമ്മൾ പലതരത്തിലുള്ള വഞ്ചികളിൽ ആദ്യമേ തന്നെ മത്സ്യബന്ധനം പോയിരുന്നു. അപ്പൊ ഏറ്റവും ചെറിയ വഞ്ചി തൊട്ട് പല രീതിയിലുള്ള വഞ്ചികളുണ്ടായി. അപ്പൊ അതിനൊക്കെ എന്തെന്ന് പേര് പറയും? ചെറുവഞ്ചി, 5 ആള് വഞ്ചി, പിന്നെ മൂടുവെട്ടി, അതിലാണ്ട് പിന്നെ ഡപ്പ, അത് കഴിഞ്ഞ് വള്ളം കഴിഞ്ഞതിന് ശേഷം ലൈലൻഡ്, ഇങ്ങനെ ഘട്ടം. ഇപ്പോൾ ലൈലൻഡ് എന്ന് പറയുമ്പോൾ ഇന്നിപ്പോൾ ഈ നിരോധിത സമയമാണെന്ന് നോക്കിയാൽ, അപ്പോൾ ബോട്ട് പോകാൻ പാടില്ല അല്ലേ? ബോട്ടിൻ്റെ ചുറ്റളവ് നോക്കിയാൽ അതിനേക്കാളും വലിപ്പത്തിലാണ് നമ്മളുടെ ഇന്നത്തെ ഈ വള്ളങ്ങളുടെ വലിപ്പക്ഷം.
വള്ളങ്ങൾ വലിപ്പതാണെങ്കിലും ശരി, മത്സ്യബന്ധനത്തിൽ രീതി വ്യത്യാസമുണ്ട്. മറ്റവർ ഈ വല ഇവിടെ നിന്ന് ഇട്ടിട്ടുണ്ടെങ്കിൽ 10 കിലോമീറ്റർ ദൂരം ഈ ചെളിയും വലയും അടിത്തട്ട് തുടങ്ങി വലിച്ചു പോയിട്ടാണ് പിടിക്കുന്നത്. മത്സ്യത്തൊഴിലാളികൾ എന്താണ് ഇപ്പോൾ മത്സ്യത്തൊഴിലാളികൾ എന്ന് പറഞ്ഞാൽ അവിടെ മീനൊക്കെ ഉണ്ട്, അതായത് അവിടെ തന്നെ വളഞ്ഞ് ഒരു കണ്ട മീനൊക്കെ വളഞ്ഞ് പിടിക്കലാണ്. വളഞ്ഞിട്ട് ചിലപ്പോൾ കിട്ടും, അല്ലെങ്കിൽ അത് പുറത്തേക്ക് മാറിപ്പോവും. അത് വെച്ചാല് നീരൊഴുക്കുന്ന ഈ കാലഘട്ടത്തിലാണെങ്കിൽ പിന്നെ GPS ഉപയോഗിച്ചാണ് ഒരു പരിധി വരെയുള്ള മത്സ്യബന്ധനം. കാരണം ആ കാലഘട്ടമായി പോയി അങ്ങനത്തെ ഒരു അവസ്ഥ. കാരണം മത്സ്യക്ഷാമം നമ്മൾ നേരിടണമെന്നുണ്ട്, മനസ്സിലായോ? അപ്പൊ കൂട്ടം കൂടി വരല് വളരെ കുറവാണ്. ഇനിയിപ്പോ കൂട്ടം കൂടി വന്നാലും നമുക്ക് വളരെ കുറച്ചായിരിക്കും കിട്ടുക. അപ്പൊ ഈ സംവിധാനം കൂടെ ഉണ്ടെങ്കിൽ കുറച്ചും കൂടെ മുന്നോട്ട് പോകും. അപ്പൊ അത് ഫിഷറീസ് ഒക്കെ നമ്മൾക്ക് അതിന് സപ്പോർട്ട് ചെയ്യുന്നുണ്ട്, ഇങ്ങനെയുള്ള സാധനങ്ങൾ വെക്കുന്നു. അപ്പൊ അത് ക്യാമറ ഘടിപ്പിച്ചവരുണ്ട്, ഘടിപ്പിക്കാത്തവരുണ്ട്. അപ്പൊ അങ്ങനെയുള്ള നിലയിലൊക്കെ ഈ തൊഴിൽ പോകുന്നു. അപ്പൊ നേരത്തെ നമ്മൾക്ക് 5 രൂപക്ക് 4 രൂപക്കും 8 രൂപക്കൊക്കെ മണ്ണെണ്ണ ഇട്ടിരുന്ന സമയത്ത് 400 ലിറ്റർ കിട്ടുമ്പോ ഇപ്പൊ ഒരു 25 കിട്ടണ പെർമിറ്റ് എന്ന് പറഞ്ഞ ഗവൺമെന്റ് 100 ലിറ്റർ 90 ലിറ്റർ ഒക്കെയാണ്. അത് ചിലപ്പോ 1 or 2 ഒരു ദിവസം തന്നെ ഉപയോഗിക്കാൻ തയ്യില്ല. കാരണം വെച്ചാല് 2 ഇഞ്ച് വെച്ച് ഒരു വഞ്ചി പോകാം ചെലവിന് വളരെ കൂടുതൽ. ഒരു ദിവസം ചിലപ്പോ 100 ലിറ്റർ ഒക്കെ 2 ഇഞ്ച് ഒന്നും കിട്ടാണ്ട് വരും. അപ്പൊ ഇന്നത്തെ എന്ന് വെച്ചാൽ പെർമിറ്റ് കഴിഞ്ഞാൽ പിന്നത്തെ പെർമിറ്റ് മണ്ണൊക്കെ എന്തോ 80 രൂപ ഉണ്ടെന്നുണ്ട്. അപ്പൊ നമ്മൾ കരിഞ്ചന്തയിൽ മേടിക്കണത് 100-110 രൂപയ്ക്കാ മേടിക്കണത്. പെട്രോളിന് സമമായി മണ്ണെണ്ണയുടെയും വില. അപ്പൊ മത്സ്യത്തൊഴിലാളിക്ക് തീരെ പിടിച്ചിരിക്കാൻ പറ്റാണ്ടായി. ഇപ്പൊ 4 ദിവസം പോയി ഓടി നമ്മളൊരു 300 ലിറ്റർ മണ്ണെണ്ണ എത്തിയാൽ നമുക്ക് 30,000 രൂപ കടാകുമ്പോ 5ന്റെ 3 ദിവസമോ 4 ദിവസം കഴിഞ്ഞ് 5ന്റെ നമുക്ക് 20,000 രൂപ കിട്ടിയാൽ നമ്മളൊരിക്കലും ആ തൊഴിൽ മേഖലയിലുള്ള ഞങ്ങൾ ഒരിക്കലും വിജയിച്ച് മുന്നോട്ട് വരാൻ പറ്റില്ല. അപ്പൊ നമ്മളെന്താ വെച്ചാൽ എന്താണ്, ഞങ്ങൾ കായ്ക്കുകയില്ല, വളരെയില്ല, ഒരുപോലെ ഇങ്ങനെ പോകും. പിന്നെ ഇപ്പൊ ഈ കാലഘട്ടത്തിനനുസരിച്ച് മക്കൾക്കൊക്കെ വിദ്യാഭ്യാസം കൊടുക്കുന്നുണ്ട്. അവരിലൂടെയാണ് ഇനി ഞങ്ങളുടെ പ്രതീക്ഷ. അല്ലാണ്ട് മത്സ്യത്തൊഴിലാളി മേഖലയിൽ ഞങ്ങൾ തൊഴിൽ ചെയ്ത് നിന്നുകൊണ്ട് പുതിയ തലമുറ ഇല്ലാഴിയില്ല. അതായത് കുറച്ച് പേര് ചിലപ്പോ എന്റെ വീട്ടില് 2 പെൺകുട്ടികളാണെന്ന് നോക്കിയാ അവർക്ക് മത്സ്യബന്ധനത്തിന് വരാൻ നിർവാഹമില്ലല്ലോ. അവര് സ്ത്രീകൾ മത്സ്യബന്ധനത്തിന് പോകുന്നതില്ല. അപ്പൊ ഇതില് പിന്നെ വിവിധ മതവിഭാഗത്തിൽപ്പെട്ട ആൾക്കാർ മത്സ്യബന്ധനത്തിന് പോകുന്നുണ്ട്. അല്ലാണ്ട് പഴയ മാതിരി അരയൻ, മുക്കുവൻ, ഇങ്ങനെ ബാലൻ, ഇങ്ങനെ 2-3 ബാലന്മാരെന്ന് പറഞ്ഞാൽ സാധാരണ ഞങ്ങൾ ഈ പുഴയിൽ മീൻ പിടിക്കുന്നവരെയാണ് ഒരു വിഭാഗമാണ്. എല്ലാവരും ധീവരാണെന്ന്, ധീവര സമുദായത്തിൽപ്പെട്ടവരാണ് മത്സ്യത്തൊഴിലാളികൾ. അവരെന്ന് വെച്ചാൽ ഏകീകൃതമായിട്ട് പറയുമ്പോൾ ഇവരല്ല പുതിയ തലമുറയിൽ നമ്മൾ ഈ മത്സ്യബന്ധനത്തിലേക്ക് കൊണ്ടുവരാൻ പറ്റാതെന്ന് പറഞ്ഞാല് ഇപ്പൊ എന്റെ അച്ഛനും എന്റെ അച്ഛൻ്റെ അച്ഛനും മത്സ്യത്തൊഴിലാളിയായിരുന്നു, ഞാനും മത്സ്യത്തൊഴിലാളിയാണ്. പക്ഷെ ഞങ്ങളായിട്ട് ഈ മത്സ്യത്തൊഴിലാളി മേഖലയിൽ തൊഴിൽ ചെയ്തിട്ട് ഞങ്ങൾക്കൊരു ഉയർച്ചയോ വളർച്ചയോ ഒന്നും ഉണ്ടായിട്ടില്ല, മനസ്സിലായോ? ഇപ്പോഴും ഞാൻ താമസിക്കുന്നത് എന്റെ വീട് ഞാൻ നേരത്തെ പറഞ്ഞിരുന്നു ഒരു 100 മീറ്റർ ഉള്ളു കടലിന്റെ അടുത്തേക്ക്. എന്റെ വീട്ടിൽ നടന്നാൽ 100 മീറ്റർ നടന്ന കടലിന്റെ അരികിലെത്തി, യാതൊരു തർക്കവുമില്ല. അപ്പൊ അത്ര അടുത്താണ്. അപ്പൊ ഞാൻ എല്ലാവരോടും പറയുന്നത് വെച്ചാൽ നീ എവിടെ താമസിക്കുന്നു? എന്റെ വീടിന്റെ പടിഞ്ഞാറിലൊരു വീടുണ്ട്, പിന്നെ അറബിക്കടലുണ്ട്, പിന്നെ അങ്ങോട്ട് ഓസ്ട്രേലിയ, അമേരിക്ക, അങ്ങനെയൊക്കെ പറഞ്ഞ് മാനസികമായി അങ്ങനെ സന്തോഷങ്ങളുണ്ട്. അപ്പൊ പിന്നെ ഞാൻ എന്ത് തീരുമാനിക്കണം? എനിക്ക് 2 പെൺകുട്ടികളെ, ഞാൻ എന്ത് തീരുമാനിക്കണം? ഒരിക്കലും ഇനിയിപ്പോ ആൺകുട്ടി ഉണ്ടെങ്കിലും മത്സ്യബന്ധനത്തിന് പറഞ്ഞു നടക്കാൻ താല്പര്യമില്ല. അവരെങ്ങനെയും പഠിപ്പിച്ച് കര പറ്റിക്കണം. അവരിലൂടെ നമ്മൾക്കൊരു വിശ്രമ ജീവിതത്തിൽ വിജയമുള്ളൂ. പിന്നെ എനിക്ക് 2 പെൺകുട്ടിയാ. എന്നെ സംബന്ധിച്ച് എനിക്ക് 2 മക്കളെങ്കിലും ഞാൻ കഴിച്ചു കൊടുത്താൽ ഞാനും ഭാര്യയാണ് വീട്ടിൽ. അപ്പൊ ഞാൻ എന്റെ മരണാനന്തരം വരെ ആരോഗ്യമുള്ള സമയം വരെ ഞാൻ തൊഴിലിന് പോയാലോ എന്റെ കുടുംബത്തെ കൊണ്ടുപോകാൻ പറ്റുള്ളൂ. അത് ഞാനൊരു മത്സ്യത്തൊഴിലാളി എന്റെ പേരില്ല. മത്സ്യത്തൊഴിലാളി അല്ലെങ്കിൽ ചിലപ്പോൾ വേറെ ജീവിതമാർഗവും വേറെ വരുമാനവും കാര്യങ്ങളൊക്കെ ഉണ്ടാകുമ്പോൾ കുഴപ്പമില്ല. പക്ഷെ മത്സ്യത്തൊഴിലാളിയെ സംബന്ധിച്ചെന്നും വരുമാനമില്ലാത്തൊരു വ്യക്തിത്വമാണ്. കടലേറ്റം പോലുള്ള പിന്നെ ഞങ്ങളൊക്കെ അതിൽപ്പെട്ട ആൾക്കാരാണ്. ഞങ്ങള് 4 സെന്റിലേക്ക് വേലിയേറ്റം വരുമ്പോൾ സംവിധാനം ഉണ്ടോ? അതോ പ്രതിഭാസം ഉണ്ടാവും, കാണാൻ പറ്റും. നമ്മള് കണ്ട പകൽ നമുക്ക് ഇപ്പൊ തെരഞ്ഞെടുപ്പ് പ്രതിഭാസം വെള്ളം കൂടുതൽ കരയിലേക്ക് കയറണമെന്നത് നമുക്ക് മനസ്സിലാവും. പല അനുഭവം അത് വർഷം 1, 2, 3 പ്രാവശ്യം ഉണ്ടാവും. അനുഭവമല്ല, അത് ജീവിതത്തിന്റെ ഈ തൊഴിലിന്റെ കൂടെ ഉള്ളതാ. ഈ 2018 വെള്ളപ്പൊക്കം പുറത്തുള്ള ഒരു സംഭവം മാത്രം വരുന്ന അനുഭവം ഉള്ളത്. ഇതെങ്ങനെയല്ല, നമ്മുടെ തൊഴിലിന്റെ ഭാഗമായിട്ട് നമുക്ക് ഒരു വർഷത്തില് 2 മൺസൂൺ തുടങ്ങിക്കഴിഞ്ഞാൽ 2, 3, 4 പ്രാവശ്യം ഇതുണ്ടാവും. അപ്പൊ നേരത്തെ ആയിരുന്നപ്പോ വളരെ എന്റെയൊക്കെ ചെറുപ്പകാലത്ത് എനിക്കൊരു 20 വയസ്സൊക്കെ ഉള്ള കാലഘട്ടത്തിലാണെങ്കിൽ അന്നൊക്കെ ഇങ്ങനെ വേലിയേറ്റ സമയത്ത് ഇങ്ങനെ വെള്ളം കയറുമ്പോ എന്താ ചെയ്യാ, അവിടെ തന്നെ എല്ലാരും കൂടെ അച്ഛനും മക്കളും ഒക്കെ നിന്നിങ്ങോട്ട് അവിടെ തന്നെ മണ്ണ് കോരി കൂട്ടി
ഇങ്ങനെ കുന്നു കൂട്ടി നിർത്തും വീടിനകത്തേക്ക് ഒരു വെള്ളം കയറാൻ ഒരു ഫലമില്ലാട്ടതുകൊണ്ട് ഒരു ഫലമില്ല. ഒരു ഫലത്തില് തെര പണ്ടത്തെ അങ്ങനത്തെ കളിക്കും. അങ്ങനത്തെ കഷ്ടപ്പെടുന്നത്. പിന്നെന്താണ് എനിക്ക് മത്സ്യത്തൊഴിലാളിക്ക് അധ്വാനത്തിന് കൂലില്ല. എനിക്ക് ഇനിയിപ്പോ അധ്വാനിക്കാൻ പോയി, മത്സ്യബന്ധനത്തിന് പോയി, ഒന്നും കിട്ടില്ല, പരാതിയില്ല, കിട്ടി, സന്തോഷം. അത് കിട്ടിക്കഴിഞ്ഞാൽ അത് ദേശത്തും അറിയും. വേലിയേറ്റത്തിൻ്റെ ഒരു കഥ പറഞ്ഞു കഴിഞ്ഞാൽ എൻ്റെ സഹോദരിയുടെ വിവാഹം ഇപ്പോൾ ഏകദേശം ഒരു 40 വർഷം മുമ്പ് കഴിഞ്ഞാണ്. ഈ വിവാഹം എല്ലാം നിശ്ചയിച്ചു. ഞങ്ങളന്ന് വീട്ടിൽ പന്തലിട്ട് കല്യാണം നടത്തണില്ല. നമ്മുടെ സാമ്പത്തിക ബുദ്ധിമുട്ടുണ്ട്. തൃപ്പയാർ ക്ഷേത്രത്തിലെ കല്യാണം. അപ്പോൾ തലേ ദിവസം എൻ്റെ വീട്ടിൽ എൻ്റെ മൂത്ത അമ്മാവൻ വന്നിട്ടുണ്ട്, ഞാനുണ്ട്, എൻ്റെ അമ്മ ഉണ്ട്, അങ്ങനെ ഇളയമ്മയൊക്കെ ഉണ്ട്. അപ്പോൾ രാത്രിയായപ്പോൾ ഒരു വേലിയേറ്റം വന്നു. വേലിയേറ്റം വന്നിട്ട് വെള്ളം കയറാൻ തുടങ്ങിയിട്ട് ഈ മണ്ടത്തരാണെന്ന് പറയാം. ഞാനും അമ്മാവനും കൈക്കോട്ടെടുത്ത് മണ്ണ് വെട്ടി കൂട്ടാൻ തുടങ്ങി. ഒരു ഫലം ഉണ്ടായില്ല. അങ്ങനെ നേരം വെളുത്തപ്പോഴേക്കും അത് ശാന്തമായി. ഞങ്ങൾ തൃപ്രയാർ ക്ഷേത്രത്തിൽ പോയി. അത് കഴിഞ്ഞിട്ട് ഞാൻ വീട്ടിൽ വരുമ്പോഴേക്കും എൻ്റെ വീടെല്ലാം കടൽ വന്ന് വീണ് കിടക്കുകയാണ്. വീടിൻ്റെ അകത്ത് നോക്കിയപ്പോൾ കല്ലൊരലുണ്ടായിരുന്നു. കല്ലൊരലിൻ്റെ പൊക്കത്തിൽ മണ്ണ് വീണു. അപ്പോൾ അത്രയ്ക്കും മണ്ണ് വന്ന് അടിച്ച് വീണ് തകർന്നു പോകില്ലേ മനുഷ്യൻ്റെ അവസ്ഥ ആലോചിച്ച് നോക്കിയേ. വല്ലാത്തൊരവസ്ഥയാണ്. വേലിയേറ്റം എന്ന് പറഞ്ഞാല് മൺസൂൺ തുറക്കുമ്പോ ഇപ്പൊ എന്റെ വീട് ഇത് മൺസൂൺ സമയത്തല്ല, ചിങ്ങമാസ കാലഘട്ടത്തിലാണ് പെട്ടെന്നുണ്ടായ സമയം. ലാസ്റ്റ് ഘട്ടം പെട്ടെന്നുണ്ടായതാണ് വേലിയേറ്റമാണിത്. അതിന്റെ പകലാണ് അതിന്റെ സൂചന അറിയാം. കാരണം തെരയുടെ ഒരു വ്യത്യാസം, തിരക്ക് വണ്ണം കൂടിക്കൊണ്ടിരിക്കും. സാധാരണ വീഴുന്ന തിരയും വിട്ട് അതിന്റെ ഡബിൾ ആയിട്ട് തിര പൊന്തി വീഴും. 4 അടി 5 അടിയൊക്കെ ആയിട്ട് പൊന്തുന്ന് അറിയില്ലേ. എന്നമാതിരി പിന്നെ കുമാരചേട്ടൻ ഈ മറ്റേ നമ്മളെക്കാളും 10 വർഷം മുമ്പ് അങ്ങനെ ഉണ്ടാവും. കടലിൽ നിൽക്കുന്ന സമയത്ത് എന്നെക്കാളൊക്കെ ഒരു 10 വർഷം കൂടുതൽ ഈ പ്രായമുള്ള കടലിളക്കം തന്നെ സംഭവിക്കാം. അങ്ങനത്തെ കടൽക്ഷോഭത്തിലൊക്കെ കടല് ഈ കരയിൽ വീഴുന്ന തിര പോലെ തന്നെ കടലിന്റെ ഉള്ളിലും തിര വീഴ. ന്യൂനമർദ്ദം എന്ന് പറയില്ല ഇപ്പോ ചുഴി ശാന്തമായ സമയമായിരിക്കും. പിന്നെ മഴക്കാറും കാറ്റും കോളൊക്കെ വന്ന് കര വിട്ട് നമ്മള് കര വിട്ട് കഴിഞ്ഞാൽ നമുക്ക് തിരട്. പിന്നെ ഈ മൺസൂൺ തുടങ്ങുമ്പോൾ നമുക്ക് ഭയങ്കര കടൽ റോളിംഗ് ആയിരിക്കും. കടല് ഭയങ്കര കുലുക്കായിരിക്കും. പിന്നെ തിരടതും തിരട ഭയങ്കര. അപ്പൊ അത് നമ്മള് പണിക്ക് പോകുമ്പോൾ പറയും അതേ കാലാവസ്ഥയിൽ പോകും. പിന്നെ അത് കഴിഞ്ഞ് കാറ്റോ കാലാവസ്ഥ പെട്ടെന്ന് ചെരിഞ്ഞു വന്ന അല്ല, അതെന്ന് വെച്ചാല് മഴക്കാറുണ്ടാവും പടിഞ്ഞാറ്. അപ്പൊ നമ്മള് ഇവിടെ നോക്കുമ്പോ നമുക്കിപ്പോ കടല് നമ്മുടെ പടിഞ്ഞാറ് വശമല്ല. അപ്പൊ പടിഞ്ഞാട്ട് നോക്കുമ്പോ നല്ല മഴക്കാറുണ്ടെങ്കിൽ മഴക്കാർ ഒഴിഞ്ഞതിന് ശേഷം വഞ്ചികൾ പണിക്ക് പോകാൻ തയ്യാറാവുള്ളൂ. കാരണം എന്തായാലും അത് മുന്നേ നല്ല കാറ്റ് വരും എന്നുള്ള ഒരു വിശ്വാസമുണ്ട്. ഇനി പടിഞ്ഞാറാണെങ്കിൽ തന്നെ നല്ല കാറ് വന്നാലും വഞ്ചിയിലുള്ള കാരണന്മാര് ചിലർ പറയും, എടാ നീ പേടിക്കണ്ട, ആ കാറ് പെയ്യൂല, അത് കാറ്റെടുത്ത് പൊക്കോളും എന്ന് പറഞ്ഞ ശാസ്ത്രജ്ഞന്മാർ പറയുന്നതിൽ പെർഫെക്റ്റ് ആയിരിക്കും. പെയ്യെന്ന് പറഞ്ഞാൽ പെയ്യും, പെയ്യൂല എന്ന് പറഞ്ഞാൽ പെയ്യൂല. അതാണ് അത് ഒരു വെളിച്ചപ്പാട് പറഞ്ഞ മാതിരിയാണ്. കാരണന്മാർ പറഞ്ഞ എടാ നീ പണിയെടുത്തോ, അതൊന്നും പെയ്യൂല എന്ന് പറഞ്ഞാൽ അത് കറക്റ്റ് ആയിരിക്കും. അതിശയം. അവർക്ക് അത്രയ്ക്ക് നിരീക്ഷണമാണ്. ആത്മവിശ്വാസം മാത്രമല്ല, കറക്റ്റ് നിരീക്ഷണത്തിലെ അവർ വിദഗ്ധന്മാരാണ്. ന്യൂനമർദ്ദം, ഈ വെള്ളത്തിന്റെ മർദ്ദല്ലേ, ഇതിന് ആകാശത്തുള്ള മഴക്കാറിനെ നിയന്ത്രിക്കാനുള്ള കരുത്തമായ കഴിവുണ്ട്. അതാണ് അവരുടെ വലയുടെ ഒഴുക്കനുസരിച്ചാണ് അവർ പറയുന്നത്. വെള്ളം ഈ നീരൊഴുക്ക് എങ്ങനെയുണ്ടെന്ന് നോക്കിയിട്ടും അത് അവർ മനസ്സിലാക്കിയിട്ട് നമ്മൾക്ക് മനസ്സിലാവില്ല. അവരത് മനസ്സിലാക്കിയിട്ട് പറഞ്ഞാൽ ആ കാറ് പെയ്യൂലടാന്ന് പറഞ്ഞു. കാറൊക്കെ ഉണ്ട്, കാറൊക്കെ ഉണ്ട്, നീ നിന്റെ പണിയെടുത്തോടാ, അത് പെയ്യൂലടാ എന്ന് പറഞ്ഞോളയും. ആര്? അപ്പം പറയും. അപ്പം നമ്മൾ അച്ഛൻ്റെ കൂടെയുള്ള നമ്മൾ പണിക്ക് പോണ്, അച്ഛനൊക്കെ ഉള്ള വഞ്ചിയിലൊക്കെ ആയിരിക്കും പോവുക. അല്ലെങ്കിൽ അപ്പൂപ്പന്റെ കൂടെയും പണിക്ക് പോയിട്ടുണ്ട്. അതുപോലെ തന്നെ നമ്മളതിൽ പെട്ടും സംഭവിക്കാം. പിന്നെ ഒരു ആത്മധൈര്യം തരലാണതേ. കടൽക്ഷോഭം കടലിളക്കം ഉണ്ടായിട്ടുണ്ട്. അതിലൊക്കെ മത്സ്യത്തൊഴിലാളികൾ മരണപ്പെട്ടു പോയിട്ടുണ്ട്. വഞ്ചികളൊക്കെ മരണപ്പെട്ടിട്ടുണ്ട്. പിന്നെ ഇന്നത്തെക്കാളും ഈ പുതിയ എഞ്ചിനും കാലഘട്ടങ്ങളൊക്കെ ഉണ്ടായതിനേക്കാൾ കുറച്ചും കൂടി അനുഭവം പറയാൻ പറ്റിയാണ് കുമാരച്ചേട്ടൻ. കാരണം എന്നേക്കാൾ എനിക്ക് 66 വയസ്സ് കഴിഞ്ഞു. കുമാരച്ചേട്ടന് 70 ചില്ലാനും വയസ്സുണ്ട്. എത്ര വയസ്സായി കുമാരച്ചേട്ടൻ? 76. അതായത് തടി എടുത്തിട്ട് വഞ്ചി ചെത്തിച്ച് മാവ് എടുക്കും. മാവല്ല, ചീനി. ചീനി ചീനി എടുത്ത്
കൊണ്ടുവന്ന് പടുത് ഞങ്ങൾ ആ വഞ്ചി ഇറക്കി. ആശാരിനെ കൊണ്ട് കൊത്തിച്ചു വഞ്ചി ഉണ്ടാക്കും. വഞ്ചി അപ്പൊ അതിന് ജോയിന്റ് ഇല്ലാന്ന് മനസ്സിലായ? ആ പണ്ട് അങ്ങനത്തെയാണ് വഞ്ചി. ആ ആ വഞ്ചിക്ക് തടി എന്നൊക്കെ പറയാം. എത്ര പേര് കയറും? അത് 5 ആള് കയറുന്ന വഞ്ചി. 4 ആള് കയറുന്നതുകൊണ്ട് 5 ആള് കയറും. ഞങ്ങൾ എത്തിയത് 4 ആളാണ്. അത് ഞങ്ങൾ 4 ആള് കയറും. അങ്ങനെയാണ് ഞങ്ങള് ആദ്യം പണി തുടങ്ങിയത്. സ്ഥിരം ഏകദേശം ഒരു 10-20 കൊല്ലം ഞങ്ങള് പണിയെടുത്തിട്ടുണ്ട് ആ വഞ്ചി മുന്നിൽ. അത് കഴിഞ്ഞ് ആ വഞ്ചി മാറി. അല്ല, നമുക്ക് കടലിൽ പോകുമ്പോ ഈ വഞ്ചിയില് നമുക്ക് എങ്ങനെയാണ് ഇപ്പൊ ഇടുന്ന മാതിരി വലിയ ഇടാണോ ചെയ്യുന്നത്, അതാ വീശലാണോ? അല്ല, ഇപ്പൊ ഉള്ള പോലെയല്ല. ആ വഞ്ചിമ്മ പായ കെട്ടി പോകും ഞങ്ങൾ. അന്ന് പായക്കപ്പൽ കേട്ടല്ലേ? കാറ്റ് പായ കെട്ടി പോകും. പിന്നെ അപ്പൊ തുഴച്ചിലുകാരോ? അത് തുഴയേണ്ട ആവശ്യമില്ല, നിയന്ത്രണം മാത്രം മതി. ചുക്കാൻ ഇട്ട് കൊടുത്താൽ മതി. പങ്കായം നമ്മൾ ഇട്ട് കൊടുത്താൽ മതി. അത് നമ്മൾ 15 കിലോമീറ്റർ പടിഞ്ഞാട്ട് പോകും. അയിലപ്പണിക്ക് പോകും. പടിഞ്ഞാറ് അത് നീട്ടുവല ഉപയോഗിച്ച് അയിലപ്പണിക്ക് പോകും. അന്ന് ഞങ്ങൾ രാവിലെ പോകുമ്പോ വീട്ടിൽ നിന്ന് കുറച്ച് കട്ടൻ ചായയും എന്തെങ്കിലും കഴിച്ചിട്ടാ പോവുക. പിന്നെ ജഗ്ഗില് അല്ലെങ്കിൽ വലിയ പാത്രത്തില് തലേ ദിവസത്തെ കഞ്ഞിവെള്ളം, അതിൽ കുറച്ച് ഉള്ളിയും മുളക് ഇട്ടിട്ടാണ് കൊണ്ടുപോവുക. അപ്പൊ ഞങ്ങൾ പോയി പുലർച്ചെ 5-6 മണിക്ക് പോയി കഴിഞ്ഞാല് വൈകുന്നേരം 3 മണി 4 മണി കരയെടുത്തുമ്പോ അതുവരെക്കും ഞങ്ങൾക്ക് 1 മണിയൊക്കെ ആകുമ്പോഴേ പിന്നെ പടിഞ്ഞാറുന്നുള്ള കാറ്റ് കിടാവുള്ളൂ. തിരിച്ച് കാറ്റ് വന്നാലേ പോരാൻ പറ്റില്ല. കാരണം 15 കിലോമീറ്റർ പടിഞ്ഞാറ് എത്തിക്കഴിഞ്ഞു ഞങ്ങൾ കരയൊന്നും കാണില്ല. കര കാണില്ല, അത്രയും പടിഞ്ഞാറ്. പക്ഷെ മീൻ നിൽക്കണ അവിടെയാണ്, മീനുള്ളത് അവിടെയാണെന്ന് അറിഞ്ഞിട്ടാണ് ഞങ്ങൾ പോകും. അപ്പൊ അതുവരെക്കും കുടിക്കുന്ന ഈ പുളിച്ച കഞ്ഞിവെള്ളമാണ്. ഈ പുളിച്ച കഞ്ഞിവെള്ളത്തിന്റെ ഒപ്പം ഈ തൊഴിലാളിക്ക് വേറെ ഈ ദുശീലുള്ളത് ബീഡി വലിയാണ്. 10 ബീഡി അടങ്ങുന്ന 2 കെട്ടൊക്കെ വലിച്ചു തീർന്നതാണ് പല ആൾക്കാരും. പക്ഷെ അവർക്കൊരു അന്ന് ഈ പറഞ്ഞ നിക്കോട്ടിൻ എന്ന് പറഞ്ഞ അസുഖമൊന്നും ആ കാരണന്മാർക്ക് നമ്മൾ കേട്ടിട്ടില്ല. ഞങ്ങളിലൊക്കെ അപ്പന്മാരൊക്കെ വലിച്ചത്രയും ബീഡി ഈ ഇന്നത്തെ ആരും വലിക്കുന്നില്ല. പക്ഷെ ഇന്ന് ബീഡിയുടെ അടുത്ത് കൂടെ പോയാൽ ബീഡിയുടെ മണം കേട്ടാൽ അസുഖം എന്ന് പറയണം. നമ്മളൊക്കെ അതിശയിച്ചു പോണ കാര്യത്തിൽ. എന്നുവെച്ചാൽ ഇത് യഥാർത്ഥം ഇപ്പം പറയുന്നത് സത്യമാണ്. പക്ഷെ എന്നാലും നമ്മൾ ചിന്തിച്ചോണു, അപ്പനൊക്കെ വലിച്ച ബീഡിനെ പറ്റി ചിന്തിച്ചാൽ അവർക്കൊന്നും യുവകാശം ഒന്നും ശരിക്കും ഭക്ഷണം പോലും ഇല്ലട്ടാ. ശരിക്കും കായികമായുള്ള ഒരു അധ്വാനാണ്. ഈ തണ്ട് വലിച്ചുള്ള ആരോഗ്യം ഉണ്ടല്ലോ, അത് ഈ ചവിട്ടി മറിക്കലാണ്. ഭക്ഷണമൊക്കെ കുറവാണല്ലോ. അരി കിട്ടല്ലേ, കിട്ടണ ഈ റേഷൻ അരിയാണ്. കാലത്തിട്ടൊരു 2 മണിയാകുമ്പോ ഈ പുളിങ്കുരുമായിട്ട് കല്ലരി വേവിച്ചതിന് ശേഷം അത് വെന്ത് കിട്ടുന്നത്. അത് മരക്കിഴങ്ങ് അതൊക്കെ ഇരുന്ന് അവരുടെ ആഹാരം. അതിന്റെ കൂടെ മത്സ്യം മാത്രം വിശപ്പ് മാറി കഴിക്കും. ഏറ്റവും കൂടുതൽ കപ്പലിൽ പിണ്ണാക്ക് തിന്നിട്ടുള്ളത് ഈ തീരദേശത്തുള്ള കടലിൽ പോക്കാരാണ്. 10 പൈസ അന്ന് ദാരിദ്ര്യം കൊണ്ടേ തഴവല പായുന്നതിന് തഴോല, ആ പച്ചോല ഒരു നിവൃത്തിയില്ലെങ്കിലേ 10 ഓല കീറിയെടുത്തിട്ട് വേഗം അതിൻ്റെ മുള്ള കളഞ്ഞ് കീറിയിട്ട് അമ്മ അതൊരു മൂടപ്പായ എന്ന് പറഞ്ഞിട്ട്, ഈ മൂടപ്പായ എന്ന് പറഞ്ഞാൽ നമ്മൾ ഒരു 1.5 മീറ്റർ നീളം 1.25 മീറ്റർ വീതിയായിട്ടുള്ളൊരു പായ. ഈ പായ അത് ഉണക്കി ഈ പാർസൽ കെട്ടാൻ വേണ്ടി പോണതാണ്. ഈ സാധനം കൊണ്ടു കൊടുത്താൽ 10 പൈസയാണ് കിട്ടുക. ആ 10 പൈസക്ക് ആ വീട്ടിലേക്ക് തീപ്പെട്ടിക്കൊള്ളി തുടങ്ങി ശർക്കര, ഉണക്കക്കിഴങ്ങ് അല്ലെങ്കിൽ വാട്ടക്കിഴങ്ങ് എന്ന് പറഞ്ഞാൽ ഈ മരക്കിഴങ്ങിനെ പച്ചക്ക് വെട്ടി ഉണക്കുന്നതാണ് ഈ മനസ്സിലായ. അപ്പം അത് ആ ചേട്ടൻ്റെ പ്രായത്തിനനുസരിച്ചുള്ള ഒരാണാന്ന് തോന്നുന്നത്. ഞങ്ങളുടെയൊക്കെ പ്രായത്തേക്ക് ഒരു 10, എൻ്റെ അനുഭവം ഞാൻ പറഞ്ഞു. അപ്പോൾ അതാണ് ഞങ്ങൾ തമ്മിലുള്ള വയസ്സിൻ്റെ ഡിഫറൻസാണ് പുള്ളി ഒക്കെ പറയുന്നത്. അപ്പോൾ ഈ ഒരു 2 പൈസക്ക് ചായപ്പൊടി, 2 പൈസക്ക് ശർക്കര, അങ്ങനെ അത് മേടിച്ചു നിന്ന് കുറച്ച് കപ്പലിൽ പിണ്ണാക്കും മേടിച്ചിട്ടുണ്ട്. ഈ കപ്പലിൽ പിണ്ണാക്കും ഈ ചായയൊക്കെ കുടിച്ചാണ് ഞങ്ങൾ വിശപ്പടക്കിയിരുന്നത്. ഭക്ഷണമൊക്കെ കുറവായിരുന്നു, പക്ഷേ എങ്കിലും കരുത്തന്മാരും ധൈര്യമുള്ളവരായിരുന്നു. മത്സ്യത്തൊഴിലാളി എന്ന് പറഞ്ഞാൽ അതിധൈര്യമുള്ളവരായിരുന്നു. അതായത് വീക്ഷണത്തിൽ, ശ്രദ്ധയിൽ ഒരു കാര്യം നിരീക്ഷിച്ച് പറഞ്ഞിരണം കറക്റ്റായി. കാരണം വെച്ചാൽ കിലോമീറ്ററിൽ അകലെ പോകുന്ന മത്സ്യത്തിന് കരയിൽ നിന്നിട്ട് പ്രവചിക്കാൻ കഴിവുള്ള ഒരാളായിരുന്നു മത്സ്യത്തൊഴിലാളി. കിലോമീറ്റർ അകലെ എന്നിട്ട് പറയും, എടാ ആ പോകുന്ന ചാളേണ്ടാ, വേഗം വഞ്ചി ഇറക്കടാ, നമുക്ക് മീൻ പിടിക്കടാ എന്ന് പറഞ്ഞ് പോയിട്ടുണ്ടെങ്കിൽ മണിക്കൂറുകൾക്കകം ആ മീനെയും പിടിച്ച് കരക്ക് വരും. ഭയങ്കര കഴിവാണെന്നേ. ഈ പറഞ്ഞ ഇന്നത്തെ ആധുനിക സംവിധാനമാണല്ലോ ഇപ്പൊ കൂടുതൽ ഉപയോഗിക്കുന്ന ചിലപ്പോ മീനെ കാണാനില്ല. ഇപ്പൊ ചില
ഈ ഇതിനെ ഇതിപ്പോ നമ്മൾ വെച്ചാൽ സ്ഥിരമായിട്ട് എലിക്ക് കെണി വെച്ച് കഴിഞ്ഞാൽ എലി പിന്നെ അതിൽ വരാണ്ടാവും. പെട്ട എലിയൊക്കെ പെട്ടു, പെടാത്ത എലിക്ക് വിവരം കിട്ടിയിട്ടുണ്ടാവും എന്തെന്ന് ആ ഭാഗത്ത് കെണിയുണ്ട്, ആ ഭാഗത്ത് കൂടെ പോകണ്ടെന്ന് എന്ന് പറഞ്ഞാൽ മത്സ്യത്തിനും ബുദ്ധിയും ബോധമൊക്കെ ആയിരുന്നേ. ഇന്നത്തെ കാലത്തുള്ള വഞ്ചികളെ കുറിച്ച്, അതായത് നമ്മള് കുമാരേട്ടൻ കുമാരസാറിന്റെ കാലത്ത് ഈ രണ്ടാളം വഞ്ചും മൂന്നാള് കയറണ വഞ്ചും 5 ആള് കയറണ വഞ്ചും ഉണ്ട്. അത്രേ ഉള്ളൂ. അത് കഴിഞ്ഞ പിന്നെ മാറി. കാരണം വെച്ചാൽ ഈ 5 ആള് കയറണ വഞ്ചിയിൽ 4 ആൾക്കും കയറാം. ഇനി ഒരാളില്ലെങ്കിൽ 4 ആൾക്കാരും പണിക്ക് പോവാം. അങ്ങനെയാണ് അത്. തലക്കക്കാരൻ, ഇടത്തണ്ടുകാരൻ ഒന്ന് പറഞ്ഞേട്ടാ. കടയക്കാരൻ, ഇടയക്കാരൻ. തലക്കല്, ഇടത്തണ്ട്, കടയല്, ഇടയില്, അമരക്കാരാണ് വഞ്ചിനെ നിയന്ത്രിക്കുന്ന ആള്. എന്നുവെച്ചാൽ ചുക്കാൻ അല്ലെങ്കിൽ പങ്കായ എന്ന് പറയാം. പങ്കായ എന്നാണ് ഞങ്ങൾ ഉപയോഗിക്കുന്നത്. വല ഇടാന്ന് വെച്ചാൽ കടയക്കാരൻ എന്നിട്ട് ഇപ്പുറത്തേക്ക് മാറി നിൽക്കും. ഇപ്പുറത്തേക്ക് മാറി നിന്ന് കടയക്കാരൻ ഇടയക്കാരൻ കൂടിയാണ് വല ഇടാം. അവർ 2 പേര് തണ്ട് വലിക്കും. അമരക്കാരൻ വഞ്ചിനെ നിയന്ത്രിക്കും. ഒരു വശത്ത് കല്ലും ഒരു വശത്ത് പൊന്തുമാണ്. അപ്പൊ പഴയ പൊന്തല്ല, മരത്തടി കൊണ്ടാണ്. മരത്തടിയല്ല, കരിമ്പ് വാരില്ലേ, കരിമ്പ് വാരി ഇരിങ്ങണന്നൊരു സാധനം ഉണ്ടായിരുന്നു. ഇരിങ്ങണ ഇപ്പോഴത്തെ വെള്ളക്കരിമ്പില്ലേ അതേമാതിരി ഉണ്ട്. ഇരിങ്ങണ എന്ന് പറഞ്ഞ സാധനം തീരദേശ ഭാഗത്തുണ്ട്. അത് ഏകദേശം ഒരു ഇത് ഇത്ര ഉണ്ടാവും, ഒരു കോല് നീളത്തില് മുറിച്ച് വെയിലെത്തിട്ട് ഉണക്കും. എന്നിട്ട് അതിനെ ചരടുകൊണ്ട് കെട്ടിയിട്ട് അതാണ് ഇട്ടിരുന്നത്. അന്ന് ഫ്ലോട്ടും പൊന്തൊന്നുമില്ല. പക്ഷെ അപ്പൊ ഇതിന്റെ ഈ ഉണങ്ങി കഴിഞ്ഞ സാധനം പൊന്തി വലിഞ്ഞു നിൽക്കും. അപ്പൊ വലനെ നിവർത്തി നിർത്തും മുകളിലേക്ക്, താഴോട്ട് സങ്കല്പം. പക്ഷെ ഈ വെള്ളത്തിന്റെ ഒഴുക്കില് വല ചിലപ്പോ ചെരിഞ്ഞരിക്കാൻ നിൽക്കാം. കാരണം വെള്ളമൊഴുക്ക് ഭയങ്കര. അത് ചില സമയത്ത് 2 വെള്ളം വലിക്കും. മീൻ ഓടി വന്ന് കൂടും. എന്നുവെച്ചാൽ ഞങ്ങൾ നീറ് വരും എന്ന് പറയുള്ളൂ. എന്നുവെച്ചാൽ മുകളിലത്തെ വെള്ളം തെക്കോട്ടിന് പോണെന്നുണ്ടെങ്കിൽ അടിയിലത്തെ വെള്ളം വടക്കോട്ടിരിക്കും പോണേ. അത് 2 പ്രതിഭാസം സംഭവിക്കാറുണ്ട്. അത് മത്സ്യത്തൊഴിലാളിയുടെ നിരീക്ഷണം സംവിധാനത്തിൽ ശാസ്ത്രം അതൊക്കെ കണ്ടിട്ടുണ്ടായിരിക്കാം. അന്ന് മത്സ്യത്തൊഴിലാളി ശരിക്കും അത് നിരീക്ഷിക്കും. ഇന്നമാതിരി സംഭവിക്കുന്നുണ്ട്, അതിന്റെ പേരിലാണ് വല ഇങ്ങനെ നിൽക്കണേന്ന്. അതേപോലെ അടിയും മോളും ഒരേ വശത്തേക്ക് തന്നെ ഒഴുകണതുണ്ട്. അപ്പൊ നമ്മളൊരു വല ഒഴുക്കിട്ടാല്, ഇപ്പൊ എന്റെ സ്ഥലം കമ്പനിക്കടവ് ചാച്ചാമർന്ന സ്ഥലമാണ്. ഇവിടെ നേരെ 5 കിലോമീറ്റർ 2 കിലോമീറ്റർ കയറി ഒരു വല ഒഴുക്കിട്ടാല് അത് തെക്കോട്ട് പോകണ പുന്നക്കച്ചാൽ എന്ന് പറയും, പിന്നെ വഞ്ചിപ്പുര. അപ്പൊ ഈ വല ഒഴുക്കിട്ട് കഴിഞ്ഞാൽ വെള്ളം ഒഴുക്ക് വടക്കുന്ന് തെക്കോട്ടാണെങ്കിൽ ഈ വഞ്ചി വല അങ്ങോട്ട് ഒഴുകിക്കൊണ്ടിരിക്കും. ഈ വല പിടിക്കാറാകുമ്പോഴേക്കും 5 കിലോമീറ്റർ അപ്പുറത്തെ വഞ്ചിപ്പുരയും ചാപ്പക്കടവും ഒക്കെ വരുന്നുണ്ടാവും നമ്മള്. അങ്ങനെയാണ് അപ്പായ ഒഴുക്ക് മനസ്സിലാക്കാം. അതുപോലെ നമ്മൾ വടക്കോട്ട് പോകണമെങ്കിൽ മൂത്തുകുന്നം, ചാമക്കാല, വട്ടപ്പരത്തി, ഇടമുട്ടം ബീച്ച് ഞങ്ങളുടെ മേഖലയുണ്ട്. അപ്പൊ അങ്ങോട്ട് ഒഴുകും. ചിലപ്പോ ചെറിയ ഒഴുക്കുണ്ടാവുള്ളൂ. നമ്മൾ പിടിച്ചു കഴിയുമ്പോൾ ചിലപ്പോ ഒരു 100 മീറ്ററോ അല്ലെങ്കിൽ 1/2 കിലോമീറ്റർ ചിലപ്പോൾ ഒഴുകിയിട്ടുണ്ടാവുള്ളൂ. അപ്പൊ ഒഴുക്ക് കുറവായിരിക്കും. ഒഴുക്ക് കൂടുതലാണെങ്കിൽ അങ്ങനെയാണ്. മീൻ കിട്ടൽ കുറവായിരിക്കും ഒഴുക്ക് കൂടുമ്പോൾ. ഇതിന് ഒരിക്കലും നേരെ നമ്മ വല ഇങ്ങനെ വെച്ച് പോന്നാലും ഒരിക്കലും ഇത് വളഞ്ഞ് തിരിഞ്ഞൊക്കെ ആയിരിക്കും കിടക്കണം. പിന്നെ കറക്റ്റ് ഭാരത്തിലല്ല ഈ കല്ലുകൾ, പൊന്തുകളും കറക്റ്റ് ഭാരല്ല. ഒരു ബാലൻസിൽ നമ്മൾ നിർത്തണം, അത്രയൊക്കെ ഉള്ളൂ. അത് നിന്നാൾ നിന്ന്. പിന്നെ അന്ന് കിട്ടിയില്ലെങ്കിൽ ചിലപ്പോ പറയാ അത്ര ഉണ്ടായുള്ളൂ മീൻ. ചിലപ്പോ കുറെ കിട്ടിയ ഞങ്ങൾ പറയും നല്ല കന ഉണ്ടായിരുന്നിട്ടാ മീൻ, അത് കാരണം ഇത്രയും കിട്ടിയത്. കാരണം എന്ന് വെച്ചാൽ കൂടുതൽ ഉണ്ടായി എന്നാണ് ഉദ്ദേശിക്കുന്നത്. അപ്പൊ എത്ര പാകത്തിലാണ് മീൻ നിൽക്കണമെന്ന് ചോദിക്കും. പാകം എന്ന് വെച്ചാൽ ഒരാള് നീളം, ഒരാളെന്ന് വെച്ചാൽ 6 അടി പൊക്കം. അപ്പൊ അങ്ങനത്തെ എത്ര പാകമാണെന്ന് ചോദിച്ചു കഴിഞ്ഞാല് 6 ആൾക്ക് വെള്ളമുള്ളിടത്ത് 6 പാകം. പാകം എന്ന് പറഞ്ഞിട്ട് റോപ്പ് ഉണ്ടല്ലോ, റോപ്പ് അളക്കണ് ഒരു മാറ് എന്ന് പറഞ്ഞാൽ ശരിക്കും ഒരു മനുഷ്യന്റെ ഹൈറ്റ് ആണ്. എടാ എത്ര ഭാഗം ഉണ്ടായിരുന്നു മീൻ കിട്ടിയത്? അത് അപ്പ ഒരു 10 ഭാഗം ഉണ്ടായി, അല്ലെങ്കിൽ 8 ഭാഗം ഉണ്ടായിരുന്നു. ഒരു കല്ല് കെട്ടി റോപ്പ് ഇട്ടിട്ട് അത് അളന്ന് നോക്കുന്നത്. അപ്പോഴാണ് ഭാഗത്തിനെ വിലയിരുത്തുന്നത്. അത് അതല്ലാണ്ട് ഇന്നത്തെ കാലത്ത് 8 കിലോമീറ്ററോ അതല്ലാണ്ട് തന്നെ കാണാപ്പാടം പറയാൻ പഠിച്ചു. കുറച്ചുകൾ കയ്യിൽ പോയി കഴിഞ്ഞാല് അവിടെ നോക്കിയാല് അടാ അത് എത്ര ഭാഗമുണ്ട് എന്നങ്ങോട്ടൊരു പറഞ്ഞു. കരയിലുള്ള മരങ്ങള് ഒക്കെ മരങ്ങളുടെ പൊക്കനുസരിച്ച് ലക്ഷണങ്ങൾ അനുസരിച്ച് പറയാം നമ്മള് വിലയിരുത്തുക. കൂടുതൽ പോണ ആൾക്കാർ പോകുന്ന വഞ്ചികളുണ്ടല്ലോ, കൂടുതൽ പോകുന്ന വഞ്ചികള് അതിന്റെ പേര് അല്ല സാധാരണ വഞ്ചി തന്നെ പറയാം. അതിപ്പോ 2 ആൾ കയറണമെങ്കിൽ ചെറു വഞ്ചി അത്രക്കെ ഉള്ളൂ. പിന്നെ 4 ആൾ വഞ്ചി, പിന്നെ 4 ആൾ വഞ്ചി, 3 ആൾ വഞ്ചി, പെയ്ത്ത് വഞ്ചി എന്ന് പറയാം. അതിന് 5 ആൾ കയറണാണ് പെയ്ത്ത് വഞ്ചി എന്ന് പറഞ്ഞാൽ. അത് 2 എണ്ണം കൂടിയിട്ട് ഒരുമിച്ച് പെയ്യുന്നതാണ്
കൊല്ലിപ്പേന്ന് വട്ടവല എന്നാണ് ആദ്യം പറഞ്ഞത്. വട്ടവല എന്ന് പറഞ്ഞാൽ കുഞ്ഞിക്കണ്ണികളായിട്ട് 25 കിലോ വല കൊണ്ട് ഉണ്ടാക്കണ ഈ വട്ടവല. പിന്നെ കൊല്ലി എന്ന് പറയണെന്ന് വെച്ചാൽ ഒരു 80 കിലോ 90 കിലോ വല കൊണ്ട് ഉണ്ടാക്കണാണ്. ഇപ്പൊ അതിലാണ് മീൻ പിടിക്കണത്. അതിന്റെ ഈ കാലഘട്ടത്തിലാണെങ്കിൽ അത് 800 കിലോ 1200 കിലോ വരെ ആയി. അതിന്റെ കോപ്പിയാണ് ഇപ്പോഴത്തെ വലിയ വലകൾ. ഇപ്പൊ 2000 കിലോ ഒക്കെ ഉണ്ട് വള്ളത്തിന്റെ വല. കാരണം വള്ളവും മാറിയല്ല, ആളും മാറി. ഇങ്ങനെ തട്ടായിട്ട് പല ഇങ്ങനെ തൂണ്, ചെറിയ ചെറിയ തൂണുകളുള്ള വഞ്ചി, കള്ളികൾ തിരിച്ചുള്ള ആ കള്ളികൾ മീനിടാൻ വേണ്ടിയാണത്. അത് വള്ളം, അതായത് കള്ളികൾ തിരിച്ചിട്ടുള്ളത് വെച്ചാല് ഇപ്പൊ വള്ളമാണെന്നുണ്ടെങ്കിൽ നമ്മ കള്ളി തിരിച്ചിട്ടുണ്ടെങ്കിൽ ഒരിക്കലും ആഴത്തിലേക്ക് വല പോകരുത്, താഴേക്ക്. കാരണം വെച്ചാൽ വള്ളവും എഞ്ചിൻ വെച്ച് ഇങ്ങനെ ഓടിച്ചു പോകുമ്പോ ഈ വല വലിയുമ്പോ എവിടെയും കുളത്തി കഴിഞ്ഞാൽ അങ്ങനെ തന്നെ പറഞ്ഞു കീറിപ്പോവും. അപ്പൊ അത്ര അടിയിലേക്ക് പല നേരത്തിലും അതിനെ തട്ടടിച്ചിട്ടുണ്ടത് പറയാന്ന് പറഞ്ഞാല് വല കീറി കീറി അത് മീനിടുന്ന സ്ഥലത്ത് തട്ടടിച്ചിട്ടുണ്ടാവില്ല, അത് കള്ളിയിലേക്ക് നേരെ ഇറക്കിയിട്ടാണ്. എങ്ങനെയാണ് ചീപ്പ് എന്നാണ് പറയുന്നത് ആ കള്ളികൾ തിരിച്ചുള്ളത്. ആ ചീപ്പുള്ളപ്പോൾ 2 ചീപ്പിന്റെ ഉള്ളിലാണ് മീൻ മിക്കവാറും വള്ളക്കാരെടുക്കുക. മൂന്നാമത് എടുക്കുന്ന ചത്ര മീൻ ഉള്ളപ്പോൾ മാത്രമേ. പിന്നെ ഈ വല കയറ്റുന്ന ഭാഗത്ത്, ഈ 2000 കിലോ വല കയറ്റുന്ന ഭാഗത്ത് തട്ട്, അതായത് ഈ ചീപ്പിന്റെ പകുതിക്ക് മേലെ വെച്ചിട്ട് പല കൊണ്ട് ചീപ്പ് തട്ടടിച്ചിട്ടുണ്ടാവും. ഇതിന്റെ മേലെയായിരിക്കും വല. കാരണം വെച്ചാൽ അടിയിൽ നിന്ന് ഈ എൻജിൻ ഇട്ട് ഓടിക്കുമ്പോൾ ഒരു 30 കിലോമീറ്റർ സ്പീഡിൽ 25 കിലോമീറ്റർ സ്പീഡിലാണ് വല ഇടുന്ന സമയത്ത് വഞ്ചി ഓടിക്കൊണ്ടിരിക്കുക. ആ സ്പീഡിൽ ഓടി ഈ മീനിൻ്റെ ഓട്ടത്തിന്, മീൻ ഓടുന്ന ഇതിനെ വളഞ്ഞു കൊണ്ടുവരികയാണ്. ആ മീൻ ഓടുന്നതിനെ കണ്ടിട്ടാണ് നമ്മൾ വളഞ്ഞ് തിരിച്ചു വന്ന് പിടിക്കുക. അപ്പൊ ഒരാളാണ് അല്ല ഒറ്റ വഞ്ചി. അതിന് ഇതിന്റെ ഈ തല മീൻ കൊണ്ടുവരുന്ന ചെറിയ വഞ്ചി ഉണ്ടാവും, ഒരു അനക്കം കൊടുക്കും. മീൻ പോകുന്ന ഭാഗത്ത് നിന്നിട്ട് ഒന്ന് അനക്കിക്കൊണ്ട് ഒരു ഊരാളി എന്ന് പറയും. ഈ ഊരാളിയും പിടിച്ചിട്ട് ആള് ചാടും കടലിലേക്ക്. ഊരാളി എന്ന് പറഞ്ഞാൽ ഒരു വലയുടെ അറ്റം, അതിൻ്റെ ഊരാളി എന്ന് പറഞ്ഞാൽ ഇത്ര ഒരു ഫ്ലോട്ട്. ആ ഫ്ലോട്ടും കുറേ റോപ്പും കൂടി പിടിച്ചിട്ട് ഒരാൾ ഈ വള്ളത്തിന് ചാടും ഫസ്റ്റിൽ തന്നെ. അതിൻ്റെ ഒപ്പം ഇവരെ 2-3 ആൾ ഈ വല ഇങ്ങനെ എറിഞ്ഞിട്ട് കൊടുക്കാൻ തോന്നും വെള്ളത്തിലേക്ക്. അത് ഈ 15-20 കിലോമീറ്റർ സ്പീഡിൽ വഞ്ചി കറങ്ങി വന്ന് ഈ ആളെ പൊക്കിയെടുക്കും. ഈ ആളെ പൊക്കിയെടുക്കുമ്പോഴേക്കും മീൻ ചെന്ന് വലയുടെ മൂട്ടിൽ ഇടിച്ചിട്ടുണ്ടാവും. അപ്പോഴേക്കും മീൻ്റെ ഈ പുലപ്പ് കിടന്ന് പെടയുന്ന കാണാം. അപ്പോഴേക്കും വേഗം വലിച്ച് ചുരുക്കി അതിനെ വലിക്കാൻ തുടങ്ങും. പണ്ടൊക്കെ കൈക്കാണ് വലിച്ചിരുന്നത്. ഇപ്പോൾ എല്ലാം ബീഞ്ച് എന്ന് പറയുന്ന എൻജിൻ വെച്ചിട്ട് കറക്കി കയറ്റാണ് സ്പീഡിന് വേണ്ടി തന്നെ കാര്യങ്ങൾ സംവിധാനം ഉണ്ട്. അന്നൊക്കെ അതാണ്. ഇപ്പൊ വള്ളങ്ങളാണല്ലോ. ഇപ്പൊ ഞാൻ മീൻ കൊണ്ടുവരുന്നതാണ് മൂടുവെട്ടി, മുറിവള്ളങ്ങള് ഒരു വെള്ളത്തിന്റെ നടുക്ക് എന്ന പോലെ മുറിച്ചിട്ട് എഞ്ചിൻ വെക്കണ നേരെ ബാക്കില. 2 കൊമ്പുള്ളതാണ് സാധാരണ വഞ്ചി വള്ളൊക്കെ. ഇതിന് ഒരു കൊമ്പും ബാക്കി ബാക്ക് ഭാഗം സെന്റർ മുറിച്ചിട്ട് അതിന്റെ ബെഞ്ചിൻ പിടിപ്പിക്കുന്ന മുറിക്കുന്നതല്ല, ആ രൂപത്തിലുണ്ടാക്കണം. ഇപ്പൊ ഉണ്ടാക്കണം. പണ്ടൊക്കെ അങ്ങനെ തന്നെ മുറിച്ച് തന്നെയാണ് ചെയ്തിട്ടുണ്ടായിരുന്നു. പഴയ ഈ ഡപ്പ വള്ളത്തിന് 2 മൂട് വെട്ടി വെക്കാൻ വേണ്ടി സെന്റർ വെച്ച് മുറിച്ചിട്ടൊക്കെ ചെയ്തിരുന്നു. എന്നിട്ട് അങ്ങനെ അടിച്ചിട്ട് അതിന്റെ ബാക്കിലാണ് ഈ ഇപ്പോഴത്തെ എൻജിൻ പിടിപ്പിക്കുന്നത്. അപ്പൊ ഈ എൻജിൻ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ ബും എന്ന് പറഞ്ഞാണ് പോവും. പിന്നെ ബാലൻസ് ഒരുപോലെ നിൽക്കും. കാരണം നടുക്കാണല്ലോ. ഇവിടെ നമ്മള് ഏറ്റവും പിന്നെയാണ് എഞ്ചിൻ വെച്ചേക്കുന്നത്. അപ്പൊ നമ്മള് വല വിടുമ്പോ എഞ്ചിൻ തന്നെയാണ് അതിന്റെ നിയന്ത്രണം. തട്ടില്ല അത്ര വല രണ്ടാൾ വിട്ടുകൊടുക്കും. അത് കുറച്ച് ഇല്ലല്ല. അതിന് എന്താ വെച്ചാലേ തടയാൻ ചെല്ലേ വല നീട്ടിയാണ് വിട്ടുകൊടുക്കുന്നത്. ചേട്ടാ ഇപ്പൊ ഇടത്ത് വശത്ത് കൂടെയാണ് വല വിടണമെന്നുണ്ടെങ്കിൽ, വഞ്ചി പോണതിന്റെ ഇടത് വശത്ത് കൂടെയാണ് വല വിടണമെന്നുണ്ടെങ്കിൽ ആ ഇടത് വശത്ത് കൂടെ തന്നെയാണ് കറങ്ങി ഇയാളെടുക്കണത്. അപ്പൊ ഒരിക്കലും എഞ്ചിൻ ഇതുപോലെ ടച്ച് ചെയ്യുന്നില്ല. പിന്നെ വല വെള്ളത്തിനല്ല ഈ ആളെടുത്ത് കഴിഞ്ഞാൽ അങ്ങനെ തന്നെ എഞ്ചിൻ പൊക്കി വെച്ച് ആ എഞ്ചിന്റെ പ്രശ്നമില്ല, വെള്ളത്തിൽ നിന്ന് പൊക്കി വെച്ച് വഞ്ചിയും വിട്ടിട്ട് ഒരു 2 മീറ്റർ ഇല്ല 1.5 മീറ്റർ താഴെയാണ് എഞ്ചിന്റെ പോപ്പുലർ നിൽക്കുക. അത്രയും താഴ്ചക്ക് വല ചെല്ലുമ്പോഴേക്കും ആ വല ചെല്ലുന്ന പൊസിഷനിൽ ഈ വഞ്ചി ഓടി കയറി കഴിഞ്ഞു. അപ്പൊ വല എഞ്ചിന്റെ ആ വഞ്ചി ചുറ്റുമ്പോഴേക്കും ഈ വല വന്നിട്ട് ഇടിച്ച് കയറാൻ ചാൻസ് ഇല്ലാന്ന്, ടൈമില്ല. ആ ടൈമിങ്ങിന് മുമ്പ് അവിടെ നിന്ന് കവർ ചെയ്ത് കഴിഞ്ഞു. എല്ലാം കൊണ്ട് നോക്കുമ്പോൾ പഴയ കാലഘട്ടം തന്നെ ഉണ്ട്. മത്സ്യബന്ധനവും മനുഷ്യ ജീവിതവും ഒക്കെ നല്ലത്. കാരണം എന്ന് വെച്ചാൽ അന്ന് കീഴ്വഴക്ക് ഉണ്ടായിരുന്നു. മൂത്തവരെ അനുസരിച്ചിരുന്ന ഇളയവര്, മനസ്സിലായി അങ്ങനെയുള്ളത്. അതുപോലെ ചേട്ടാ അന്നത്തെ കാലത്തെ മത്സ്യബന്ധനം ജീവിതം, അപ്പൊ അന്ന് ചേട്ടൻ പണ്ട് ആദ്യമായിട്ട് കടലിൽ പോയിട്ടുണ്ടായിട്ടുള്ള ഒരു നല്ല അനുഭവം, ഒരു മോശമായിട്ട് ബാധിച്ചിട്ടുള്ള ഒരു അനുഭവം 2-3 പറയാം. അല്ല എന്ന് വെച്ചാൽ നല്ല അനുഭവം എന്ന് വെച്ചാൽ ആദ്യമായിട്ട് ഈ വഞ്ചിയിൽ പോകണമെന്ന് പറഞ്ഞൊരു സന്തോഷമായിരുന്നു.
പിന്നെ കടലിന്റെ ഭാഗത്ത് തന്നെയാണ് ജനിച്ചതും വളർന്നതും പോയിക്കൊണ്ടിരിക്കണതും. അപ്പൊ ഞാൻ ഒരു 13 വയസ്സിൽ വിഷു ഉണ്ട് അന്ന് ഇങ്ങനെ കടപ്പുറത്ത് വന്ന് നിൽക്കണ വൈകുന്നേരം ഒരു 5 മണിക്ക്. അങ്ങനെ വന്ന് നിന്ന് വഞ്ചിക്ക് പോകാനായിട്ട് ആളില്ലാണ്ടായപ്പോ ഞാൻ ട്രൗസറാണ് നട്ടിരിക്കണത്. എനിക്കൊരു 13 വയസ്സൊക്കെ പ്രായമുണ്ട്. അങ്ങനെ എന്നെ വഞ്ചിയിൽ പൊക്കിയെടുത്ത് വെക്കുകയാണ്. അങ്ങനെ കാരണം മീൻ കരയിലൂടെ വരണ കണ്ടിട്ട് പെട്ടെന്ന് വഞ്ചി കളാൻ ആളില്ലാണ്ടായപ്പോ വെറുതെ വഞ്ചിയിൽ പൊക്കിയെടുത്ത് വെച്ച് അങ്ങനെ ഞാൻ തണ്ടൊക്കെ വലിച്ചെങ്കിലും അപ്പോഴത്തേക്ക് ഞാൻ ഛർദി തുടങ്ങി. ഞാൻ വളരെ വീണ് പോകുന്നുണ്ട്. കടലിലൊരു പ്രത്യേക മണം ഉണ്ടാവും. അത് നമുക്ക് സെറ്റാവാൻ ഇത്തിരി സമയം എടുക്കും. ഒരാഴ്ച 2 ആഴ്ച ഒക്കെ എടുക്കും. അതൊക്കെ കഴിഞ്ഞ ശേഷം ഛർദി കുറയുള്ളൂ. ഛർദി എന്ന് പറയുന്നത് എന്തൊക്കെ കഴിച്ചിട്ടുണ്ടോ അതൊക്കെ ഛർദിച്ച് വളരെ തളർന്നു പോകും. അപ്പൊ അന്ന് തളർന്നു പോയാൽ കൊണ്ടുവന്ന് കഴിക്കാൻ അപ്പുറം കിടത്തലുള്ളൂ, വേറെ ഒന്നുമില്ല. കാരണം അത് മണം കേട്ട് ഛർദിച്ച് അത്ര അതുമ്പോൾ ചിന്തിക്കണുള്ളൂ. ഇന്നാണെങ്കിൽ അതല്ല, ലെവൽ മാറി, കാര്യം മാറി. അപ്പൊ അത് കഴിഞ്ഞ് ഇത് വന്ന് പിന്നെ മീൻ വലയിൽ കുടുങ്ങലാണത്. ചെറിയ വഞ്ചികളുള്ളതാണ്. അപ്പൊ കുടുങ്ങിയ മീനെ കഴിച്ച് 2 ദിവസം കഴിയും. ചിലപ്പോ ചെറിയ ഒരു പയ്യെന്നുള്ളതൊക്കെ ചിലപ്പോ കാശൊക്കെ ചിലപ്പോ 1 രൂപ 2 രൂപ ഉണ്ടാകുമ്പോ അതൊക്കെ ഒരു സിനിമക്ക് പോകും. അപ്പൊ ഇവിടെ വഞ്ചിക്ക് പോകാൻ സമയത്ത് ആളുണ്ടാവില്ല. അപ്പൊ അച്ഛനും ചേട്ടന്മാരൊക്കെ അന്വേഷിക്കും, മറ്റുള്ളവരൊക്കെ അന്വേഷിക്കുമ്പോ ആളില്ല. വഞ്ചിയില് തടുക്ക് കാണില്ല, പാള കാണില്ല, അങ്ങനെയൊക്കെ കാണില്ല. അപ്പൊ വരുമ്പോ സിനിമ കഴിഞ്ഞ് ഞാൻ സന്തോഷത്തോടെ ആയിരിക്കും വരുന്നത്. അപ്പൊ ഇവിടെ അച്ഛനും ചേട്ടന്മാരും മറ്റുള്ളവരൊക്കെ വഞ്ചിമ കെട്ടണം, തണ്ട് കയറും, വെടിയും ഈ വലമ്പ കെട്ടണ ഇരിക്കണം വെടിയും. അതെടുത്ത് നല്ല പിടപെടച്ച് നല്ല അടയാളം എന്ന് വെച്ചാല് ഈ ചോര പൊടിയണവരും തല്ലുവന്നു, അല്ലെങ്കിൽ അവരുടെ ദേഷ്യം മാറണവര്. അങ്ങനെയാണ്. ഒരാളുടെ കുറവ് തൊഴിലിനെ ബാധിക്കുന്നു. അപ്പൊ അവരുടെ അരിശെന്ന് പറയാ, അവരുടെ ദേഷ്യം തീരണവരെ തല്ലും. പക്ഷെ ഇന്നത്തെ കുട്ടികളെ പക്ഷേ അന്ന് നടന്നിരുന്ന ബാലപീഡനമാണ്. അത് മനസ്സിലായില്ലേ? എന്താണ് ചെയ്യാന്ന് വെച്ചാൽ അന്ന് ബാലനോ ഇതൊന്നുമില്ല. അന്നെന്ന് പറഞ്ഞാൽ ദാരിദ്ര്യമുള്ളൂ നമ്മുടെ മുന്നിൽ. ജീവിതത്തിൽ നമുക്ക് ദാരിദ്ര്യം കഷ്ടപ്പാടുള്ളൂ. നമ്മൾക്ക് അത് പറയാനുള്ളൂ. ഇപ്പൊ മഴ പെയ്താൽ നമ്മളുടെ ഓല വീട് ചോർന്നൊലിക്കുക എന്ന് വെച്ചാൽ വറ എന്ന് വെച്ചാല് ചെറിയ വീട്ടിൽ അതിനകത്താണ് നമ്മളെ പാചകം ഭക്ഷണം വെക്കണം. അപ്പൊ ഈ പുകയൊക്കെ പിടിച്ച് ഭയങ്കരമായിട്ട് വറയും ബുദ്ധിമുട്ടൊക്കെ ഉണ്ടാവും. അതൊക്കെ ഒലിച്ച് വീണ് വറ എന്ന് പറഞ്ഞ സാധനം. വറ എന്ന് പറയുന്നത് കരി പിടിച്ചിട്ടുണ്ടാകുന്ന പൊടി. അതായത് 1 കൊല്ലം 2 കൊല്ലത്തുമ്പോഴാണ് വീട് കെട്ടാ, അല്ലാണ്ട് കൊല്ലം കെട്ടൂല. ഓലവീടൊക്കെ കൂടിക്കൊണ്ടിരിക്കുക. അങ്ങനെ കരി പിടിച്ച് അത് വറയായി ഒരു, അതായത് നമ്മള് കുടംപുളി കറുത്തിരിക്കുന്ന അറിയൂ. ആ കുടംപുളി കറുത്തിരിക്കുന്നതിന്റെ ഭാഗം എന്ന് വെച്ചാല് പറത്തുമ്മൽ ഉണക്കാന്ന് പറയും. പറന്ന് വെച്ചാൽ കൊപ്പറ ഉണക്കാനൊക്കെ പറ ഉപയോഗിച്ചിരുന്നു. മനസ്സിലെ കേട്ടണ്ട? ആ പറത്തിന്റെ മുകളിൽ കരി പിടിക്കാറുണ്ട്. പിന്നെ വറ തട്ടിയെടുക്കും. വറ തട്ടിയെടുത്തിട്ട് പണ്ട് നമ്മൾ ആ വറയിൽ കുറച്ച് വെളിച്ചെണ്ണ കൂട്ടി ഇതിട്ട് പശുവിനൊക്കെ മുറിവിലൊക്കെ തേച്ചിരുന്നു. ഈ പ്രസവിച്ച പശുവിനൊക്കെ ഉപയോഗിച്ചിരുന്നു. പിന്നെ ഉണ്ണികൾക്കും പണ്ട് എഴുതിയിട്ടുണ്ടെന്നുണ്ട്, കണ്ണെഴുതാൻ വിളക്കിന്റെ കരിയാണ്. ഓട്ട് വിളക്കിന്റെ അടിഭാഗത്ത് എണ്ണ തേച്ചിട്ട് തിരി കത്തിച്ച് കാണിച്ചിട്ട് ഉള്ള കൺമഷിയാണെന്ന് എഴുതിയിരുന്നത്. അത് ആണ് അന്നത്തെ സ്റ്റൈൽ. അത് ഉപയോഗം. അത് കണ്ണിന് കേടുണ്ടായിരുന്നില്ല. അതങ്ങനത്തെ ഒരു സംഭവമായിരുന്നു. പിന്നെ ഈ കരി നമ്മള് കുടംപുളിയിൽ തേച്ച് അതൊക്കെ തുടച്ചു കളയുള്ളൂ. അല്ലാണ്ട് കഴുകാനൊന്നും നേരില്ല. തുടച്ചു കളയാ, എന്നിട്ട് കണ്ണും തിരുമ്പി പല്ല് തേച്ച് മുഖം കഴുകി കണ്ണും തിരുമ്പി നേരെ പണിക്ക് പോവാ, കടപ്പുറത്ത് ചില കാര്യങ്ങളോ. അപ്പൊ അങ്ങനെയുള്ള വിഷമങ്ങളും വേദന. കാരണം അത് ഒരിക്കലും നമ്മളോടുള്ള സ്നേഹക്കുറവിന്റെ പേരിലല്ല അന്ന് രക്ഷിതാക്കൾ തല്ലിയത്. അന്ന് തോന്നിയിട്ടുണ്ട് അച്ഛനും ചേട്ടന്മാർക്കൊന്നും നമ്മൾക്ക് ഒരു ദേഷ്യമില്ല, അല്ലെങ്കിൽ മറ്റു പണിക്കായിരിക്കും. ബുദ്ധിമുട്ടാണ്. ആ ബുദ്ധിമുട്ടും കഷ്ടപ്പാടാണ് അവരത് ചെയ്യാൻ പ്രേരിപ്പിക്കണത്, നമുക്ക് മനസ്സിലാക്കി തരണത്, നമുക്ക് മനസ്സിലാക്കി കൂടി തരുമായിരുന്നു. അന്ന് സന്ദേശമായിരുന്നു, അതിൽ തറക്കില്ല. അത് നമ്മൾക്ക് അതെല്ലാം മനസ്സിലാകണത്. ഇതിന്റെ ഒക്കെ ഒരു പ്രത്യേക പ്രശ്നം എന്ന് വെച്ചാലേ, നമ്മളുടെ നാട് ഇത്രയും കാലഘട്ടങ്ങൾ ഭരിച്ച് നശിപ്പിച്ച ഒരു സമ്പന്ന വർഗങ്ങളുണ്ടായിരുന്നു. അവർക്ക് ഈ ദാരിദ്ര്യമുള്ള ആൾക്കാരെ പറ്റി ചിന്ത ഉണ്ടായില്ല. അല്ലെങ്കിൽ ഈ മഹാരാജ്യമൊക്കെ വളരെ മുന്നിൽ പോയത്. കാരണം വെച്ചാൽ ഇപ്പോഴും ഇന്ത്യയിൽ ഒരുപാട് കൊച്ചുകുടിയിൽ പട്ടിണി പാവങ്ങൾ ഇഷ്ടം പോലെ ഉണ്ട്. അവരെ ശ്രദ്ധിക്കാൻ ആരുമില്ല. കാരണം വെച്ചാൽ എല്ലാവരും നമ്മൾ വളർച്ചയിലേക്കാണ് ഉദ്ദേശിക്കുന്നത്. ഇപ്പോഴും മത്സ്യത്തൊഴിലാളി മേഖലയിൽ തന്നെ നമ്മൾ ഇപ്പോഴറിയണില്ലേ, മത്സ്യത്തൊഴിലാളി മേഖലയിൽ തന്നെ ഇപ്പോഴും ടോയ്ലറ്റ് ഇല്ലാത്ത മേഖല ഉണ്ട്. മത്സ്യത്തൊഴിലാളി മേഖല മനസ്സിലായോ?
ഇപ്പൊ ടോയ്ലറ്റ് ഒക്കെ പറയണ്ടെങ്കിലും മത്സ്യത്തൊഴിലാളി മേഖലയിൽ പല സ്ഥലങ്ങളിലും ഇല്ല. അത് ഈ തലശ്ശേരി ഭാഗത്തൊന്നുമില്ല. ഞാൻ എൻ്റെ മകൾ MSc തലശ്ശേരിയിലുണ്ട് പഠിച്ചിരുന്നത്. അപ്പൊ ഞാൻ കടപ്പുറമാണ് യാത്ര ചെയ്യണത് അങ്ങോട്ട്. അപ്പൊ ഞാൻ കണ്ടിട്ടുണ്ട്, മനസ്സിലായ അത്ര മോശമാണ്. അത് തെക്കോട്ടായാലും ഇപ്പൊ ആലപ്പുഴയായാലും നമ്മുടെ ഈ ചാനലുകളിലൊക്കെ ആലപ്പുഴയായാലും. കാരണം മത്സ്യത്തൊഴിലാളിയൊക്കെ യാത്ര ചെയ്യാന്ന് പറഞ്ഞാൽ ഇത്രാന്നുണ്ട്. കാരണം അവരുടെ ലോകം എന്ന് പറഞ്ഞാൽ കടൽ തന്നെയാണ്, കടലും കരയാണ്. അല്ലാണ്ട് അവരതിനപ്പുറത്ത് ലോകം, കാരണം അവരിലൊന്നുമില്ല, പോകാനൊന്നുമില്ല. പിന്നെ ഈ മക്കളൊക്കെ പഠിപ്പിക്കുമ്പോഴാണ് ഇങ്ങനെ എന്തെങ്കിലും ഒരു ആവശ്യത്തിന് കോളേജിലൊക്കെ ഒന്ന് പോകേണ്ട വരുമ്പോ, തലശ്ശേരി സഹകരണ കോളേജ് തീരദേശത്താണ്, അതിന്റെ പേരിലാണ്. അപ്പൊ അവിടെയൊക്കെ കണ്ടിട്ടുണ്ട്. അപ്പൊ ഇപ്പോഴും അങ്ങനെ ആയ നിലക്കൊക്കെ നമ്മുടെ തൃശ്ശൂർ ജില്ലയിലൊക്കെ കുറച്ച് പുരോഗതി ഉണ്ട്. കാരണം അങ്ങനെയുള്ള, കാരണം നമ്മുടെ പ്രാഥമിക ആവശ്യങ്ങളൊക്കെ നിർവഹിക്കാനുള്ള സംവിധാനങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഗവൺമെന്റ് ഫിഷറീസിന്റെ ഭാഗത്തുനിന്ന് നേരത്തെ അതിനൊരു ചെറിയ സഹായങ്ങൾ കിട്ടിയിട്ടുണ്ട്. അത് എല്ലാവർക്കും കിട്ടിയിട്ടുണ്ടാവില്ല. കാരണം പുതിയൊരു വീട് വരുമ്പോ ഇല്ല, മനസ്സിലായി. ഇപ്പൊ തീരദേശ മേഖലയിൽ ഇപ്പൊ മത്സ്യത്തൊഴിലാളിക്കുള്ള സ്വാതന്ത്ര്യം നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടമാണിത്. കാരണം വമ്പൻ ടീമുകള് ഇപ്പൊ തീരദേശത്തെ സ്ഥലം അവരുടെ കൈകളിലാക്കി ടൂറിസവും കാര്യങ്ങളും. മത്സ്യത്തൊഴിലാളിക്ക് ഒരു വലിയ ഒരു 1000 സ്ക്വയർ ഫീറ്റ് വീട് ഇപ്പൊ തീരദേശത്ത് കെട്ടണമെങ്കിൽ വലിയ ബുദ്ധിമുട്ടാണ്. 10,000-കണക്കിന് സ്ക്വയർ ഫീറ്റ് ടൂറിസത്തിന്റെ പേരിൽ വില്ലകൾ ഉണ്ടാക്കാൻ ഒരു മടിയുമില്ല. അതൊരു വലിയ കഷ്ടാ. മത്സ്യത്തൊഴിലാളി ഒരു തീരത്തിന്റെ മൂലയിലേക്ക് ഒതുങ്ങിക്കൊണ്ടിരിക്കുകയാണ്. മത്സ്യത്തൊഴിലാളി പരന്നു കിടക്കണ മത്സ്യത്തൊഴിലാളി തീരത്തിന്റെ ഒരു മൂലയിലേക്ക് ഒതുങ്ങിക്കൊണ്ടിരിക്കണം. കടലിൽ ചാകര വരുമല്ലോ, ചാകര വരുന്നത് എങ്ങനെയുള്ള പ്രദേശങ്ങളില, മീൻസ് കടലില് എങ്ങനെ അറിയാൻ പറ്റുക? ചാകര എന്ന് വെച്ചാല് ഇപ്പൊ ഞങ്ങള് 2 ഹാർബർ എന്ന് പറഞ്ഞാല്, ഒന്ന് ചേറ്റൂർ ഹാർബറും ഞങ്ങൾക്കൊന്ന് അഴീക്കോട് ഹാർബറാണ്. ഈ 2 ഹാർബർ കൂടെ നിൽക്കുന്നത് ഒരു 40-45 കിലോമീറ്ററിന്റെ ഇതിലാണ്, അകലത്തിലാണ് നിൽക്കുന്നത് ഡിസ്റ്റൻസ്. അപ്പൊ അതിന്റെ നടുക്കായിട്ടാണ് ഞങ്ങൾ ഈ കയ്പമംഗലം ഉള്ളത്. ഇപ്പൊ ഞങ്ങൾക്ക് അഴീക്കോട് 20 കിലോമീറ്റർ, ഇങ്ങോട്ടുണ്ടെങ്കിൽ 25-30-28 കിലോമീറ്റർ ഈ ചേറ്റുവെക്കണമെങ്കിൽ പോകുന്നുണ്ട്. അപ്പൊ ഇതിനിടയിലൊരു സ്ഥലത്ത് ചാകര വരണമെങ്കിൽ എല്ലായിടത്തും നല്ല കടൽക്ഷോഭം നടക്കുമ്പോൾ ഒരു സ്ഥലത്ത് 3-4 കിലോമീറ്റർ ഇടയില് ഒരു സ്ഥലത്ത് ചാകര നടക്കുമ്പോൾ ഒരു 3-4 കിലോമീറ്റർ എല്ലായിടത്തും കടൽക്ഷോഭം നടക്കുമ്പോ 3-4 കിലോമീറ്റർ ഇടയില് കുളം പോലെ അല്ലെങ്കിൽ പുഴ പോലെ കടൽ ശാന്തമായി കിടക്കുന്നു. വെറും ശാന്തം. ഇങ്ങനെ വന്ന് വെറുതെ വീഴുള്ളൂ. നമ്മൾക്കൊക്കെ എന്തോരം വേണമെങ്കിലും ഒരാൾക്ക് നടന്ന് പോകാം. ഒരു 10 കരയിൽ ചേർന്ന്. അപ്പൊ ഈ കരയിൽ നമുക്ക് 10 മീറ്ററോ 20 മീറ്റർ നടന്നു പോകാം. ഈ ചാകര സ്ഥലത്ത് ഒരു കുഴപ്പമില്ല, അത്ര ഉണ്ടാവുള്ളൂ. അപ്പൊ അവിടെ ഈ 40-45 കിലോമീറ്ററിന് ഇടയിലുള്ള മത്സ്യത്തൊഴിലാളികൾ ഈ ശാന്തമായ സ്ഥലത്ത് വന്ന് മത്സ്യബന്ധനം, എല്ലാവരും വഞ്ചികളും ചെറിയ വഞ്ചികളും വലിയ വഞ്ചികളും കൊണ്ടുവന്ന് മത്സ്യബന്ധനം നടക്കുന്നു. അപ്പൊ അവിടെ തിരക്കുണ്ടാകുന്നു. അപ്പൊ പലർക്കും മത്സ്യം കിട്ടുന്നു, ചിലർക്ക് കിട്ടുന്നില്ല. അപ്പൊ ആദ്യത്തെ ദിവസം ഇപ്പൊ ഒരു ദിവസം ചെമ്മീനാണ് വരണമെങ്കിൽ പത്രക്കാരെങ്ങനെ വഴിക്ക് വരുന്നത്. ഇപ്പൊ ചാകരൊക്കെ മൺസൂണാകുമ്പോ തീരദേശ മേഖല അവരെന്തായാലും പരിശോധിക്കും ചാകര ഏത് ഭാഗത്തിനാകെ. ചെമ്മീനാണെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അവരപ്പൊ പത്രത്തിൽ കൊടുക്കുക ഇന്ന് ചെമ്മീൻ ചാകര എന്ന്. അങ്ങനെ മീനിന്റെ പേരിൽ ചാകരയില്ല, കടലിന്റെ ഒരു പ്രതിഭാസം അല്ല. ചാകരയും മത്സ്യമായിട്ട് യാതൊരു ബന്ധമല്ല. ചാകര എന്ന് പറഞ്ഞാൽ ശാന്തമായി കിടക്കുന്നു, ശാന്തമായി കിടക്കുന്നു. അല്ല, അതായത് അതിന്റെ കാരണം വെച്ചാലേ അവിടുന്ന് ഈ 45 കിലോമീറ്ററിനുള്ളിലുള്ള മത്സ്യത്തൊഴിലാളികൾ മൊത്തം ഒരു സ്ഥലത്ത് കേന്ദ്രീകരിച്ച് ഇവിടെ നിന്നാണ് മത്സ്യം പിടിക്കാൻ പോകുന്നത്. കാരണം മറ്റുള്ളടത്തെല്ലാം രണ്ട് സൈഡും കടൽക്ഷോഭമാണ്, പ്രതിഭാസം ശാന്തമായി കിടക്കും. അപ്പൊ ഒരു വഞ്ചി കൊണ്ടുവന്ന് നമുക്ക് ഒന്നും നോക്കണ്ട, തെരനെ നോക്കണ്ട, ഒന്നിനും നോക്കണ്ട, കൊണ്ടുവന്ന് അടുക്കുക, കരയിൽ കൊണ്ടുവന്ന് ചേർക്കുക. മീനായിട്ടും വരാം, മീനില്ലാണ്ടും വരാം, ഒരു പ്രശ്നമില്ല. കാരണം ഒരു അപകടം കുറവായിരിക്കും. മറിച്ച് പത്രം മുഖേന മറ്റുള്ള മേഖലയിലുള്ള ആൾക്കാരേക്കും മത്സ്യമാണ് ചാകര. ഇപ്പൊ ഇന്ന് ചാളച്ചാകര ഞങ്ങളുടെ തൃശ്ശൂരല്ല കയ്പമംഗലം നിങ്ങൾ പറയാം ചാളച്ചാകര. തൃശ്ശൂർ എന്ന് പറയുന്നത് വെച്ചാല് ചാവക്കാട് നിങ്ങൾ മത്തിച്ചാകര എന്ന് പറയാം, ചാളനെ മത്തി എന്ന് അങ്ങോട്ട് പറയാം, മത്തിച്ചാകര. അപ്പൊ അങ്ങനെ ഒരേ മേഖല മാറുമ്പോ മത്സ്യത്തിന്റെ പേരുകളിൽ നമ്മളുടെ വാക്കിന്റെ ഉപയോഗത്തിലൊക്കെ ഭയങ്കര വ്യത്യാസം വരുന്നു. അപ്പൊ ഇതൊരു ഭയങ്കര പ്രതിഭാസമാണ്, മനസ്സിലായി. പിന്നെ അവിടെ നിന്ന് ഇപ്പൊ മത്സ്യം തുടങ്ങി ഒരു 4-5 കിലോമീറ്റർ നീളത്തിൽ ഇങ്ങനെ കിടക്കും. അത് കണക്കില്ലാണ്ട് കരയോടെ. അപ്പൊ ആ സമയത്ത് വേലിയേറ്റം ഉണ്ടാകണമെങ്കിൽ, ഈ തിരമാലയുടെ ഒരു പ്രതിഭാസം വേലിയേറ്റം ഉണ്ടാവണമെങ്കിൽ ഈ 5 കിലോമീറ്റർ എന്നുള്ളത് ചുരുങ്ങി ഒരു 3 കിലോമീറ്ററോ 2.5 കിലോമീറ്ററോ 2 കിലോമീറ്റർ ഒക്കെ ആയിട്ട് മാറും. ചുരുങ്ങും. കാരണം വേലിയേറ്റത്തിന്റെ ആ കടലിന്റെ ആ ഒരു പ്രതിഭാസത്തില്
ഇതിങ്ങനെ ഒന്ന് ചുരുങ്ങി ചുരുങ്ങി ഇടും. അപ്പൊ ഇവിടെ ശാന്തം തന്നെയാ, ഇവിടെ പുഴ പോലെ തന്നെയാണ്, ഒരു വ്യത്യാസമില്ല. അവിടെ മീനുകൾ കയറി വരും അങ്ങനെ. മീനുകൾ കയറി വരും, കരയിൽ മീനുകൾ കയറി വരും. കാരണം വീശക്കാരൊക്കെ ഉണ്ടാവും, കരയിൽ നിന്ന് വീശണവരുണ്ട് ഇഷ്ടം പോലെ. നേരത്തെ എന്റെ ചെറിയപ്പ കാലത്ത് 100-100 വീശക്കാര് കരയിൽ നിന്ന് വീശുന്നത്, വീശി മീൻ പിടിക്കണവരുണ്ട്. വലിയ അന്ന് പലതരം മീനുകൾ തന്നെ നമുക്ക് കിട്ടും. ഈ പലതരം മീനുകളെ നമുക്ക് കരയിൽ നഷ്ടപ്പെട്ട് കടലിൽ നഷ്ടപ്പെട്ട് മനസ്സിലായി. ഇപ്പൊ നമുക്ക് പണ്ടേ തുടങ്ങി കിട്ടണത് ഇപ്പൊ പറഞ്ഞത് ചാളയില, നമുക്ക് മുള്ളൻ കിട്ടുന്നില്ല മത്സ്യത്തൊഴിലാളികൾക്ക്. ഒരു കാലത്തും കിട്ടുന്നില്ല, മൺസൂണിലും കിട്ടില്ല, സാധാരണ കാലത്തും കിട്ടില്ല. മുള്ളനില്ല, വള്ളി സ്രാവ് എന്ന് പറഞ്ഞ സ്രാവുണ്ട്. ഒരു തരം സ്രാവുകൾ കിട്ടണില്ല. പിന്നെ നമുക്ക് എന്താണ് പറയാ, വെള്ളടു എന്ന് പറഞ്ഞ മീൻ. അങ്ങനെ പലതരം മീനുകള്, പലതരം മീനുകളിൽ എന്ന് പറഞ്ഞാൽ മണങ്ങിന്റെ തന്നെ 3-4 ഐറ്റംസ് ഉണ്ട്, അതില്ല. കൊക്കോലം ചാള എന്ന് പറഞ്ഞ സാധനം ഉണ്ട്, അതില്ല. അങ്ങനെ പലതരം മീനുകൾ തന്നെ ഈ കരയിൽ നിന്നും ചെമ്മീൻ തന്നെ നാരഞ്ച് മീനാണ് നല്ലത്, അതില്ലാണ്ടായി. നാരഞ്ച മീൻ തന്നെ നമുക്ക് ഇപ്പൊ തീരെ കിട്ടാണ്ടായി തുടങ്ങി. കഴിഞ്ഞ പ്രാവശ്യം തീരെ ഉണ്ടായില്ല എന്ന് പറഞ്ഞ വിലയുള്ള വസ്തുവാണ് ഈ ഭാഗത്താണ് മൊത്തം കടലിന്റെ ഒരു മൊത്തം. അതിൽ യാതൊരു തർക്കമില്ല, മനസ്സിലായോ? പിന്നെന്ന് വെച്ചാല് എന്താ വെച്ചാൽ ഈ ആഴക്കടൽ മത്സ്യബന്ധനത്തില് ഈ ചാകരമുള്ളിടത്തല്ലാട്ട മീൻ ഉണ്ടാവുക. പടിഞ്ഞാട്ട് പോയി മത്സ്യവംശനാശം കരയ്ക്ക് ക്ഷോഭമാണെങ്കിലും പടിഞ്ഞാറ് ഈ അങ്ങോട്ട് കടന്നു പോയി മീൻ പിടിക്കും. അതായത് കരയ്ക്ക് തിരമാല ഉണ്ടെങ്കിലും ഈ ചാകരമുള്ള ഭാഗത്ത് മാത്രമല്ല പടിഞ്ഞാട്ട് പോയി, അതായത് വഞ്ചി ഇറക്കാനുള്ള സൗകര്യം കിട്ടിയില്ലേ. പിന്നെ ഈ കടൽക്ഷോഭമുള്ള ഭാഗത്ത് കടന്ന് തണ്ട് വലിച്ചു പോയിട്ട് മീൻ പിടിക്കും. അപ്പൊ അവിടെ തിരമാല റോളിംഗ് ആയിരിക്കും. അവിടെയാണ് പെട്ടെന്ന് കാറ് വെച്ച് കാറ്റ് വന്നു കഴിഞ്ഞാല് നമ്മൾ വിചാരിച്ച ഒരു കരക്കെത്താൻ പറ്റില്ല. അപ്പോഴേക്കും കടലങ്ങോട്ട് പ്രശ്നമായി. ഈ രാത്രിയൊക്കെ നേരം വൈകി വരും. അപ്പൊ ഈ കാര്യം എങ്ങനെ അറിയാം? അത് ഞങ്ങൾ ലൈറ്റ് നോക്കിയിട്ടാ പറയാം. ഇരിഞ്ഞാലക്കുടത്തെ വിളിച്ച് പറയും, എടാ അത് ഇരിഞ്ഞാലക്കുടത്തെ വിളിച്ചോണം. അത് വെളിച്ചത്തിന്റെ ഒരു ഈ കാലഘട്ടത്തിൽ ഒരു പുകച്ചില് കാണാം. തൃശ്ശൂരത്തെ ലൈറ്റിന്റെ ഒരു പുകച്ചില് കാണാം. ഹൈമാസ് ലൈറ്റുകൾ ഉണ്ട് തീരദേശത്ത്. അതിപ്പോഴല്ലേ ഇപ്പൊ അപ്പൊ ഇതിലിപ്പൊ നമ്മൾക്കറിയാം. നേരത്തിനെങ്കിൽ നമ്മൾ ഇതന്നെ നമ്മളധികം പോണില്ല, 5 കിലോമീറ്റർ 6 കിലോമീറ്റർ ഉള്ളൂ കരയിൽ നിന്ന് പോണത്. അപ്പൊ നമ്മൾക്ക് ആ ഒരു ദിശ അറിയാം, നമ്മ അധികം ഒഴുകി പോകുന്നില്ല. പിന്നെ അങ്ങനെ തന്നെയല്ല, നമ്മളിപ്പോ ഒരു വൈകുന്നേരം ഒരു 4 മണി 4:30 തള്ളിയാല് 7 മണിയാകുമ്പോഴത്തേക്ക് നമ്മ വല പിടിച്ച് 7:30 ആകുമ്പോഴത്തേന് എടുക്കും. അപ്പോഴത്തേനും നമുക്ക് മനസ്സിലാവും ഒഴുകി പോണതും ദിശയൊക്കെ അത്ര അകലക്ക് പോണില്ല. അപ്പൊ അതിന്റെ പേരിൽ നമ്മളത് മനസ്സിലാക്കി കൊണ്ടുവന്ന് ഒരു വെട്ടം വെളിച്ചൊക്കെ ഉണ്ടാവും. എന്നുവെച്ചാൽ പന്തം കത്തിക്കാം. പിന്നെ പണ്ട് ചുള്ളി എന്ന് പറഞ്ഞ സാധനം കടപ്പുറത്ത് ഇഷ്ടം പോലെ ഉണ്ടായിരുന്നു ഞങ്ങളുടെ മേഖലയിൽ. അപ്പൊ വൈകുന്നേരം ആകുമ്പോ ഈ ചുള്ളി കത്തിക്കും. ചുള്ളി എന്ന് പറഞ്ഞാലേ മുള്ളു പോലത്തെ ഒരു ചെടിയാ, മുള്ളു പോലത്താണ്. അതിങ്ങനെ പടർന്ന് കിടക്കായിരിക്കും, കൂർത്ത് നിൽക്കുന്ന ഒരു മുള്ളു പോലെയാണ്. ഇത്ര നീളുണ്ടാവും ഓരോന്നിനും. അത് 100 കണക്കിന് മുള്ളുകൾ ഒരേ ഇതിലുണ്ടാവും. അതിങ്ങനെ അതിന് ഇലയില്ല, എല്ലാത്തിനും കടപ്പുറത്ത് പറയാ. അപ്പൊ അതൊക്കെ പറിച്ച് ഉണങ്ങിയ ഭാഗത്ത് നിന്ന് പറിച്ച് കത്തിക്കലും വെട്ടവും വെളിച്ചൊക്കെ ആയിട്ട് ഒരു മേഖലയിൽ ഉണ്ടാവും. പിന്നെ ഞങ്ങള് പച്ച മീനുണ്ടല്ലോ, പച്ച ചാള, ഇതേമാതിരി കടപ്പുറത്ത് വന്നിരുന്നിട്ട് ഈ പച്ചക്ക് തന്നെ ചുട്ടു തിന്നുന്ന പരിപാടി ഉണ്ടായിരുന്നു ഞങ്ങൾക്ക്. അപ്പോൾ ഒരു രസകരമാണ്. ആർക്കും ഈ പറ്റി ഞാൻ വിശപ്പ് മാത്രമല്ല, ഭയങ്കര ടേസ്റ്റാണ്. അതായത് ഈ ചവറൊക്കെ കൂട്ടിയിട്ട് ഞങ്ങൾ അതിലിട്ട് മറ്റൊന്നും കഴിക്കാനില്ലല്ലോ. വിശപ്പത്തിന്റെ മൂല്യമാണ് ഭക്ഷണത്തിന്. അപ്പൊ നമ്മൾക്ക് അവിടെ നമ്മൾക്കന്നത് ശുദ്ധി അശുദ്ധിനെ പറ്റിയുള്ള ചിന്തയില്ല. വിശപ്പാണ് അവിടെ മൂല്യം. വിശപ്പ് ആണ് ആകുമ്പോൾ നമ്മൾ ഈ കുറച്ച് മീൻ അവിടെ തന്നെ ചുട്ടിന്. കാരണം വെച്ചാൽ ചുട്ടിനാ കാരണം വെച്ചാൽ അപ്പനൊക്കെ കടലിൽ പോയിട്ട് അടുത്തിട്ടില്ല. ആദ്യം വന്ന വഞ്ചിമന്ന് 4 ചാള കൊണ്ടുപോയിട്ട് ഞങ്ങൾ ചുട്ടിട്ട് അവിടെ തന്നെ ഇരുന്ന് അതിൻ്റെ ഇത് കളഞ്ഞ് പൊളിച്ച് തിന്നും. അപ്പം അതിൻ്റെ കുടലും മുള്ളൊക്കെ അവിടെ തന്നെ ഇരിക്കാനങ്ങാണ്ട്, അതായത് ഒരു പ്ലാസ്റ്റിക് കവറുമാതിരി അത് അതിൻ്റെ ഉള്ളിലിരിക്കും. ഈ മാംസം നടത്തി തിന്നുക, അതിൻ്റെ ചെളുക്കയും അതൊക്കെ ഒരു രസകരമായ സംഭവമാണ് ആലോചിക്കുമ്പോൾ. ഇന്ന് അങ്ങനെയൊന്നും ഇല്ലല്ലോ. ഇന്ന് നമ്മൾ കഴുകി വൃത്തിയാക്കി വീണ്ടും കഴുകി തല കളഞ്ഞ് ചോര. അപ്പോഴത്തെ ആ ദാരിദ്ര്യം നേരത്തൊക്കെ എന്ന് വെച്ചാൽ വീടുകളിൽ നിന്ന് നേരത്തെ ബാബുച്ചേട്ടൻ പറഞ്ഞ പോലെ ഈ പായകളൊക്കെ നെയ്തിട്ട് ചന്തകളിൽ കൊണ്ടു കൊടുക്കും. ഞങ്ങൾക്ക് ഇപ്പൊ 3 പിടിക്കാന്ന് പറഞ്ഞ സ്ഥലമാണ് ചന്ത. അപ്പൊ അവിടെ നിന്ന് ചന്തകളിൽ സാധനം കൊണ്ട് കൊടുത്തിട്ട് പിന്നെ അവര് അവിടെ നിന്ന് മേടിച്ചിട്ട് മരക്കിഴങ്ങും ചക്കയും മറ്റുള്ള സാധനങ്ങളൊക്കെ കൊണ്ടുവരാം. അപ്പൊ ആദ്യം നമ്മൾ ചിലപ്പോ ചക്ക തിന്നാല് ആദ്യം ചുള തിന്നും.
പിന്നെ അത് കഴിഞ്ഞാൽ ചുലമയുള്ള ഒക്കെ തിന്ന് പൊല്ല 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 ഇത് പഴുത്ത പൊല്ലൊക്കെ last തിന്നുന്നു. അതിന്റെ പുറന്ന് മുള്ളു മാത്രാവും. അതാണ് അല്ല ചവിടിയൊക്കെ പറിച്ച് അതെല്ലാം പറിച്ച് തിന്നു. ആ പൊല്ലട കഴിഞ്ഞിട്ട് പിന്നെ ചക്കട അത് നമ്മുടെ ജീവിതത്തിൽ ചക്കട മുള്ള് മുള്ളൊഴിവാക്കിയിട്ട് ബാക്കി ഭാഗം വരക്ക് ഇന്നത്തെ മക്കള് വിശപ്പ് എന്താണ്, ടേസ്റ്റ് എന്താണ്, നല്ലത് എന്താണ് അല്ല അവരിപ്പൊ 3 മണിക്കൊക്കെ പോവല്ലേ ഭക്ഷണം ടേസ്റ്റുള്ള അന്വേഷിച്ച്. ഫാസ്റ്റ് ഫുഡിലേക്ക് പോവുക. പുലർച്ചെ 3 മണിക്ക് നമ്മുടെ മക്കളിപ്പോ അന്വേഷിച്ചിട്ടുണ്ടെങ്കിൽ അവര് ഓഫർ ഇന്നത്തെ മക്കൾ അങ്ങനെ അതിന്റെ കാരണം വെച്ചാല് നമ്മള് ഉണ്ടായ ദാരിദ്ര്യത്തിൽ നിന്നും കഷ്ടപ്പാടിൽ നിന്നും വ്യത്യാസമായി നമ്മുടെ മക്കള് ആധുനിക രീതിയിൽ ജീവിക്കണം നമ്മൾ ആഗ്രഹിക്കുന്നു. അപ്പോൾ അവരെന്ത് പഠിക്കുന്നു? കമ്പ്യൂട്ടർ പഠിക്കുന്നു. അവർ നെറ്റ്വർക്ക് ചെയ്യുന്ന രാത്രിയാണ് അല്ലേ. അവർ അപ്പോൾ 2 മണി വരെ 1 മണി വരെ ഇരിക്കും. അപ്പോൾ എഴുന്നേറ്റ് കഴിഞ്ഞാൽ ആ 2 മണി കഴിഞ്ഞു. അപ്പോൾ നമുക്ക് എന്തെങ്കിലും പോയി കഴിക്കാം. അപ്പോൾ ഈ കല്യാണം കഴിച്ചിട്ടുണ്ടെങ്കിൽ അപ്പോൾ ഉറങ്ങിക്കിടക്കുന്ന ഭാര്യനെ വിളിക്കും, കൊച്ചുങ്ങളെടുത്ത് കാറിലിട്ട് അവർ 3 മണിക്ക് വരുന്ന് പോയി ഭക്ഷണം കഴിക്കും. അവർ പിറ്റേ ദിവസം 10 മണിയാകുമ്പോൾ എനിക്ക് രീതി മാറി. അത് കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല, രീതി മാറി. അപ്പോൾ ആ പുലർച്ച നമ്മളെ വീട്ടിലൊക്കെ 5 മണിക്ക് അച്ഛനും അമ്മയൊക്കെ എഴുന്നേറ്റ് മുറ്റടിക്കലും ആ കാര്യങ്ങൾ ചെയ്യുന്നു. അവർ 10 മണിക്ക് ആകുമ്പോൾ എഴുന്നേറ്റുള്ളൂ. ഒരു കാര്യം പറഞ്ഞിട്ട് കാര്യമില്ല. കാലഘട്ടത്തിന് മാറ്റണത്, അത് കുറ്റപ്പെടുത്തലല്ല. അത് അല്ല അത് അതുപോലെ എനിക്ക് ചോദിക്കാനുള്ളത്, ഇപ്പൊ നമ്മൾ കടലിൽ പോയി മീൻ പിടിച്ചിട്ട് വന്നു, അപ്പൊ അത് വിൽക്കുന്ന ഒരു രീതി ഉണ്ടല്ലോ. അതായത് ഇപ്പൊ നമ്മുടെ നാട്ടിൽ പിടിച്ചിട്ട് കിട്ടുന്ന എല്ലാ തരം മീനും നമ്മുടെ നാട്ടിൽ തന്നെയാണോ വിറ്റു പോകുന്നത്, അതോ അത് എക്സ്പോർട്ടിങ് ഉണ്ട്. അത് 2-3 തരത്തിലാണ്. അതെങ്ങനെ വ്യത്യസ്തപ്പെട്ടിരിക്കുന്നത്? നമ്മളിപ്പോ മത്സ്യബന്ധനം നടത്തി നമുക്ക് മത്സ്യം കിട്ടിയോന്നല്ലേ, നമ്മൾ ഈ മത്സ്യം വിൽക്കാനായിട്ട് നമ്മള് ഒരു കരയിലുള്ള ഒരു ഏജൻസിയുടെ കയ്യിൽ നിന്ന് പൈസ മേടിച്ചിട്ടുണ്ടാവും. ഏജൻസി മുഖേന പൈസ മേടിച്ചതും മേടിക്കാത്തവരൊക്കെ ഉണ്ട്. തരകൻ എന്ന് പറയും. അപ്പൊ തീരദേശത്ത് ഇത്തിരി സാമ്പത്തികമായിട്ട് ഉയർച്ചുള്ള ആൾക്കാരായിരിക്കും അതിന്റെ ഒരു മേലില്. അപ്പൊ അവരെ നമ്മൾ സമീപിക്കുക, അവരിൽ നിന്ന് നമ്മൾ കുറച്ച് പൈസ മേടിച്ചിട്ടുണ്ടാവും. അപ്പൊ ഈ മീൻ അവരാണ് വിൽക്കുക. അപ്പൊ നമ്മള് നേരത്തെ അവർക്ക് ഇത്ര ശതമാനം കമ്മീഷൻ ഉണ്ട്, തീരുമാനം അതിനൊരിതുണ്ട്. അത് അതേപടി അതേ പഴയ കാലത്ത് തുടങ്ങി നടന്നു പോരുന്ന നടപടികൾ. അത് അതേപടി ഇങ്ങനെ നടന്നു പോരുന്നു. അപ്പൊ ഇതില് ചെമ്മീനാണ് എക്സ്പോർട്ടിംഗ് ആയിട്ട് ഉപയോഗിക്കുന്നത് കൂടുതലും. നമുക്ക് നേരത്തെ നമ്മുടെ തീരദേശ മേഖലയിൽ ചെമ്മീത്തിനാണ് പ്രാധാന്യം. അപ്പൊ ആദ്യം ചെമ്മീൻ എന്ന് പറഞ്ഞാല് നമുക്ക് നമ്മുടെ നാട്ടിൽ പുഴുങ്ങിയിട്ട് അതിന്റെ പരിപ്പ് എടുത്താണ് വിട്ടിരുന്നത്. അപ്പൊ ചാപ്പയില് വലിയ വലിയ ഇന്നത്തെ എന്താ പറയാ വാർപ്പ് പോലത്തെ വലിയ വലിയ ചെമ്പുകൾ ഉണ്ടായിരുന്നു, ഇൻഡാലിയത്തിന്റെ ഒക്കെ. അതില് ഇട്ടുങ്ങാണ്ട് പുഴുങ്ങി അതിൽ നിന്ന് ഉണക്കി തല്ലി പരിപ്പെടുത്ത് ഈ പരിപ്പാണ് ആദ്യം വിട്ടിരുന്നത്. അപ്പൊ ഇന്നിപ്പോ എല്ലാ മീനുകളും എക്സ്പോർട്ടിങ് നടക്കുന്നുണ്ടെന്നുള്ളതാണ്. ചാളണങ്ങളും മയിലണങ്ങളും കൂന്തളാണ്. പക്ഷെ അന്ന് കൂന്തളൊന്നും അതൊന്നും എടുക്കലൊന്നുമില്ല. ഈ ചെമ്മീനാണ്. അത് ഇനി അപ്പുറത്തേക്കാണ് പോണത്, നമ്മുടെ നാട്ടിൽ തന്നെ എന്താണെന്ന് അറിയില്ല. പക്ഷെ ഇന്ന് അങ്ങനല്ല. ഇന്ന് നമ്മുടെ നാട്ടിൽ ഒരുപാട് മത്സ്യ വിഭവങ്ങള് വിപണികളിലുണ്ട്. നമ്മുടെ നാട്ടിൽ തന്നെ ഉള്ള കമ്പനികളും പിന്നെ വമ്പൻ കമ്പനികൾ പുറത്തുനിന്ന് കയറുന്ന അവരൊക്കെ ചെയ്യുന്നുണ്ട്. എന്നാലും നമ്മുടെ എക്സ്പോർട്ടിംഗ് ആയിട്ട് ഇന്നിപ്പോ നിലനിൽക്കുന്നതെന്ന് വെച്ചാല് ചെമ്മീൻ, കൂന്തള്, കണവ. കൂന്തളിന്റെ തന്നെ വേറെ എത്തിപ്പെടുന്ന കണവ. ഈ കണവയുടെ പുറത്താണ് കടനാക്ക് എന്ന് പറഞ്ഞ സാധനമാണ്. ഈ കണവ നമ്മൾക്ക് കിട്ടില്ല കേട്ടോ. പരമ്പരാഗത മത്സ്യത്തൊഴിലാളിക്ക് കണവ കിട്ടില്ല. കൂന്തളും ചെമ്മീനും കിട്ടുള്ളൂ. കണവ് കിട്ടാ ഉൾനാടൻ മത്സ്യത്തൊഴിലാളികൾക്ക് ആഴക്കടൽ മത്സ്യബന്ധനം നടത്തുന്നിരിക്കുന്നത് അത് കിട്ടുന്നത്. ഉൾനാടൻ ഉദ്ദേശിക്കുന്ന കടലിലെ പവഴപ്പുറ്റിന്റെ ഇടയിലാണ് ഈ കണവ എന്ന് പറഞ്ഞാൽ ശരിക്കും നിൽക്കുന്നത്. ഉൾനാടൻ എന്ന് പറഞ്ഞത് ഈ മലയും പുഴയായിട്ടുള്ളതാണ്, അല്ലെങ്കിൽ കുളങ്ങള് പുഴകളായിട്ടുള്ള മത്സ്യബന്ധനം ഉണ്ടല്ലേ. കിഴക്കോട്ട് കടലിൽ നിന്ന് കിഴക്കോട്ട് നൻവെള്ളം, അതായത് ഉപ്പുവെള്ളം നൻവെള്ളം എന്ന് പറയും. അപ്പൊ മത്സ്യബന്ധനം ഉണ്ട്. അത് അതാണ് ഉൾനാടൻ മത്സ്യബന്ധനം നടക്കുന്നത്. അയില എക്സ്പോർട്ടിംഗ് ഉണ്ട്. എക്സ്പോർട്ടിംഗ് നമ്മൾ വിദേശത്തേക്ക്. ഇതല്ലാണ്ട് ഇതിനൊക്കെ വെച്ചാല് ഇത്ര വെയിറ്റ് ഉള്ളതായിരിക്കണമെന്നുണ്ട്. വലിപ്പം കൊണ്ട് തൂക്കം കൊണ്ട് ഇത്ര ഗ്രാം ഉണ്ടാവണം ഒരു മീനെന്നുണ്ട്. ചെമ്മീൻ നിബന്ധനകളുണ്ട്. ഇപ്പൊ നമ്മളിവിടെ ഇപ്പൊ 100 ഗ്രാമിന്റെ ആവിലൊന്നും പോകൂല. പക്ഷെ അത് 500 ഗ്രാമിന്റെ അല്ലെങ്കിൽ 1 കിലോത്തിന്റെ കണങ്ങളുണ്ട്. അതായത് ഈ എക്സ്പോർട്ടിംഗ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള മത്സ്യങ്ങൾ മാറ്റിയതിനു ശേഷമാണ് നമ്മുടെ നാട്ടിലേക്ക്. ഇല്ലില്ല, നമ്മുടെ നാട്ടിൽ മൊത്തം ലേലം ചെയ്യും. ലേലം മെൻ വേർതിരിച്ചിട്ടുണ്ടാവും. ഇപ്പൊ ചെമ്മീൻ ഉണ്ടെങ്കിൽ മീനും കൂടി മിക്സ് ചെയ്തിട്ടാണ് നമുക്ക് കിട്ടുന്നുണ്ടെങ്കിൽ ചെമ്മീൻ നമ്മൾ അതിൽ നിന്ന് പറക്കി നീക്കി ചെമ്മീൻ വേറൊരു കൊട്ടയിൽ ഇട്ടുങ്ങാട്ട് ലേലം വിളിക്കും. വെള്ളമീൻ വേറൊരു കൊട്ടയിലിട്ട്. പിന്നെ കാരച്ചെമ്മീൻ എന്ന് പറയും, അത് പുഴയിലും കൂടി കിട്ടണതാണ് കാരച്ചെമ്മീൻ. ടൈഗർ എന്ന് പറയും അതിനാ. കറുത്തിട്ട്
പിന്നെ കൊഞ്ച് എന്ന് പറയുന്ന ഒരു സാധനം ഉണ്ട്, നേരത്തെ ഉണ്ടായിരുന്നില്ല. ഇപ്പൊ കൊഞ്ച് എന്ന് പറഞ്ഞ സാധനമൊക്കെ ഇഷ്ടം പോലെ ഇപ്പൊ നമ്മുടെ നാട്ടിൽ തന്നെ അത് ടൂറിസം മേഖലയിലൊക്കെ വിദേശികളുടെ ഒരു 12 ഇഞ്ചൊക്കെ നീളം അതിന്റെ കാലിൽ 2 കൊമ്പൊക്കെ ആയിട്ട് ഉള്ളതാണ്. കൊമ്പെന്ന് പറഞ്ഞാൽ 2 കാലുകൾ മുന്നിലുള്ളത്. ചില വീടുകളിൽ തന്നെ അതിന്റെ ഫ്രെയിം ഇങ്ങനെ പെയിന്റ് അടിച്ച് വെച്ചിരിക്കണ കാണാം. കാരണം വെച്ചാൽ അതെന്ന് വെച്ചാല് ഈ സാധനം ഉറുമ്പുള്ളടത്ത് കൊണ്ടുപോയിട്ട് കഴിഞ്ഞാല് മാംസം ഉറുമ്പരിച്ച് പോയിട്ട് ഈ തൊണ്ടെടുത്ത് പെയിന്റ് അടിച്ച് ഒക്കെ വെച്ചിരിക്കണം. അപ്പൊ ഇന്നല്ലാതും എല്ലാത്തരം മീനുകളും എക്സ്പോർട്ടിങ് ഉണ്ട്. ഇപ്പൊ ബോട്ടുകാർക്ക് കിട്ടുന്ന കിളിമീൻ അങ്ങനെയുള്ള പലതരം മീനുകളും, അതുപോലെ ചൂര, അറിക്കാതെ നമ്മ പറയും, വടക്കോട്ട് ഐക്കൂറ എന്ന് പറയും, ചിലടത്ത് നെയ്മീൻ എന്ന് പറയും. അപ്പൊ അങ്ങനെ എല്ലാ മീനും എക്സ്പോർട്ടിങ് ഉണ്ട്. പക്ഷെ ക്വാളിറ്റി ഉണ്ടാവണം, അവിടെയാണ് ക്വാളിറ്റി അനുസരിച്ച് പോകണം, അതിന്റെ വലിപ്പം ഉണ്ടാവണം, കാര്യങ്ങൾ ഉണ്ടാവണം. പിന്നെ ഇപ്പൊ വെള്ളാവൂലി എന്നൊക്കെ പറയണത് നമ്മുടെ ഒക്കെ സ്വപ്നം പോലെ ആയി. നേരത്തെ ഞാൻ പറഞ്ഞില്ല, ചില ഇനം മത്സ്യങ്ങൾ ഇല്ലാതാണ് പോലെ തന്നെ ആയി. വെള്ളാവൂലില്ല, വാളയില്ല, നാടനില്ല. എന്നുവെച്ചാൽ കടലിലെ വാളട്ട, കരയിൽ വാള ഉണ്ട്, കടലിലെ വാളില്ല, ഈ വെള്ളാവൂലില്ല, ഈ സ്രാവുകളില്ല, നമ്മുടെ നാട് മുള്ളനില്ല, അങ്ങനെ കുറെ എണ്ണം ഇല്ല. തളയാൻ പാമ്പാടാന്ന് പറഞ്ഞ സാധനമൊക്കെ ഉണ്ട്, അറിയില്ലേ? നമ്മൾക്ക് കരയില് പരമ്പരാഗത മത്സ്യത്തൊഴിലാളിക്ക് കിട്ടിയിരുന്ന മത്സ്യങ്ങളാണ്. ആഴക്കടലിൽ പലതും പോയിട്ടുണ്ട്, പലതും പോയിട്ടുണ്ട്. അത് നമ്മൾ അറിയണില്ല, അതൊക്കെ ബോട്ടുകാരും മറ്റൊക്കെയാണ് അറിയണത്. എന്ന് വെച്ചാല് ആഴക്കടൽ മത്സ്യബന്ധനം എന്ന് വെച്ചാല് നമ്മുടെ കരയിൽ വാഹനം ഓടുന്നത് പോലെയാണ് ആഴക്കടൽ മത്സ്യബന്ധനത്തിൽ 2 ബോട്ട് ഒരു വലയിട്ട് വലിച്ചിട്ട് പോണത്. അത്രയും വേഗത്തില് ആഴക്കടലില് അത്രയും വേഗത്തിലാണ് പോണത്. പിന്നെ ഇപ്പൊ നമ്മള് പ്രളയ സമയത്തും ഓഹി സമയത്തൊക്കെ നമ്മൾ കേട്ടില്ലേ, കേരളത്തിന് പുറത്ത് ഗുജറാത്തിലും മഹാരാഷ്ട്രയിലും ആന്ധ്രയിലൊക്കെ പോയി മത്സ്യബന്ധനം നമ്മുടെ കേരളത്തിലെ മത്സ്യത്തൊഴിലാളികൾ ഇവിടുന്ന് കേരളത്തിൽ നിന്നും ബോട്ട് വിട്ടുപോയിട്ട് കേരളത്തിന് പുറത്തുള്ള സംസ്ഥാനത്തിൽ പോയി മത്സ്യബന്ധനം നടത്തുന്നു. അപ്പൊ അതിൽ നിന്ന് നമ്മൾ മനസ്സിലാക്കണതാണ്, മത്സ്യം പാർക്കുന്ന സ്ഥലത്ത് പോയി മത്സ്യബന്ധനം നടത്തുന്നത്. പരമ്പരാഗത മത്സ്യത്തൊഴിലാളി എന്താ ചെയ്യണത്? മത്സ്യം വരണം, കരയിലേക്ക് വരണം, അവിടെയാണ് മത്സ്യബന്ധനം ഉണ്ട്. അല്ലാണ്ട് ഒരിക്കലും മത്സ്യം മുട്ടയിടുന്ന സ്ഥലത്തോ മത്സ്യം നിൽക്കുന്ന ഒരു ഇതിലല്ല പോണില്ല. മത്സ്യം ഇങ്ങോട്ട് വന്ന് ഒരു 15 കിലോമീറ്റർ, ഇപ്പൊ ഈ ആധുനിക സംവിധാനത്തിൽ ഇപ്പൊ ഈ വള്ളങ്ങളൊക്കെ വന്നപ്പോഴും അല്ലെങ്കിൽ 25 ഔട്ട് ബോർഡ് എഞ്ചിൻ വെച്ച് പോണ സമയത്ത് ഒരു 25 കിലോമീറ്റർ പരമ്പരാഗത മത്സ്യത്തൊഴിലാളി ഇപ്പൊ പോയി അവിടെ വന്ന് കിട്ടിയെങ്കിലേ ഉള്ളൂ. മറ്റവരങ്ങനല്ല, നോക്കണ്. ഇപ്പൊ GPS വെച്ചിട്ട് റഡാറിൽ നോക്കണ് ഏത് സ്ഥലത്ത് നിന്ന് കിട്ടിയ അവിടെ വെച്ച് ടൈം അടിച്ചിട്ട് ഇങ്ങോട്ട് അവരിങ്ങോട്ട് പോരാ. പിന്നെ അതേ പിറ്റേ ദിവസം അല്ലെങ്കിൽ അതിന്റെ പിറ്റേ ദിവസം 2 ദിവസമൊക്കെ ഓടിയിട്ടാണ് എത്തുന്നത്. അതുപോലെ പിറ്റേ ദിവസം അതേ സ്ഥലത്ത് ഓടി അവിടെ എത്തുമ്പോൾ അലാറം അടിക്കുമ്പോഴാണ് നിർത്തുന്നത്, മത്സ്യബന്ധനം നടത്തുന്നത്. അത് മത്സ്യം പാർക്കുന്ന സ്ഥലത്താണ് ആ മത്സ്യബന്ധനം ശരിക്കും നടക്കുന്നത്. അതിൽ യാതൊരു തർക്കവുമില്ല. മത്സ്യത്തിലെ ഏറ്റവും നമുക്ക് ഈ ഗുണപ്രദമായ സാധനമാണ് ചാള, സ്രാവ്. ഈ 2 മത്സ്യം. അത് മാത്രല്ല, എനിക്ക് 2 പെൺകുട്ടികളായിരുന്നു. ഞാൻ മത്സ്യത്തൊഴിലാളിയാ. മൂത്ത കുട്ടിക്ക് മാത്രമേ സ്രാവിന്റെ കഷ്ണം കിട്ടിയുള്ളൂ. രണ്ടാമത്തെ കുട്ടി പ്രസവിച്ചിട്ട്, അതായത് ഞങ്ങൾക്ക് പ്രസവിച്ചു കഴിഞ്ഞാൽ, മക്കൾ പ്രസവിച്ചു കഴിഞ്ഞാലേ അവർക്കൊരാഴ്ച സ്രാവ് വെച്ച് കൊടുക്കണേ. വയറുണങ്ങാൻ നല്ലതാണെന്ന് പറയും. പ്രസവിച്ച കുട്ടികൾ വയറുണങ്ങാൻ ഈ സാധനം കിട്ടില്ല. കാരണം കിട്ടാനുണ്ട്, നമുക്ക് മേടിച്ചു കൊടുത്തൂടാ. ആ സാധനം അങ്ങനെയാണ് വരണത്. പഴയാണ് നമുക്ക് മേടിച്ചു കൊടുക്കാൻ. അത് എവിടെന്നോ വരുന്നതാണ്. അത് എത്ര ദിവസമാണ് എത്ര മാസമാണ് പഴക്കം നമുക്ക് പറയാൻ പറ്റില്ല. കണ്ടാ വെളുത്തിരിക്കണ്ട. ഒരു മത്സ്യത്തൊഴിലാളിക്ക് ഇങ്ങനെ പഴയ മീനാണ് ഇങ്ങനെ അതറിയാം, കണ്ടാ മനസ്സിലാവില്ല എന്നല്ല. പക്ഷെ നമ്മളൊരു ആവശ്യമായിട്ട് ഇപ്പൊ എന്റെ വീട്ടിലൊരു വിരുന്നുകാരൻ വന്നു. അപ്പൊ അയാളിപ്പോ ഒരു ഈ മത്സ്യം കഴിക്കാൻ ആഗ്രഹപ്പെട്ടു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മാംസമൊക്കെ ഞാൻ സ്ഥിരം കഴിക്കാറുണ്ട്. ഞാൻ ഇവിടെ വന്നല്ലേ, നമുക്ക് നല്ല മത്സ്യം കിട്ടിയ കുഴപ്പമില്ല. നമ്മളത് ഉദ്ദേശിച്ചിട്ട് ഇന്ന സ്ഥലത്ത് മീൻ ഉണ്ടാവുമല്ലോ എന്ന് വെച്ചിട്ട് അവിടെ ആ മാർക്കറ്റിൽ ചെന്ന് നോക്കുമ്പോൾ മത്സ്യം ഉണ്ടാവും. ഇത് മേടിച്ചു കൊണ്ട് നമ്മളെ വീട്ടിൽ കറി വെച്ചിട്ട് നമ്മുടെ സുഹൃത്തിന്, നമ്മളെ ബന്ധുവിന് കൊടുക്കാൻ നമുക്ക് ഭയമായിരിക്കും. കാരണം നമുക്ക് ഒറ്റ നോട്ടത്തിൽ ആ സാധനം പഴക്കമുള്ളതാണ്. ആ പരിചയക്കാരൻ നമുക്ക് ചെയ്യാൻ പറ്റുമോ? അപ്പൊ കൂടെ വന്നാൽ എന്താ ചേട്ടാ അത് മേടിക്കാത്ത? എടോ അത് വേണ്ട. അപ്പൊ ഇയാള് ചിലപ്പോൾ വിചാരിക്കും അത്രയും വിലയേറാണ് നമുക്ക് കറി വെക്കാൻ മേടിക്കാം. എന്നെ എനിക്ക് മനസ്സിലായിടാ എന്ന് മനസ്സിലാക്കും. നമ്മൾക്ക് ധൈര്യല്ലേ, നമ്മളെ എക്സ്പീരിയൻസ് ഭയങ്കര സംഭവമാണ്. അപ്പൊ ഈ മത്സ്യബന്ധനം ഇല്ലാത്ത സമയങ്ങളില്ലേ, അപ്പൊ നിങ്ങള് എന്ത് ജോലിയാ ചെയ്തുകൊണ്ടിരിക്കുക? മത്സ്യബന്ധനം അല്ലാതെ നിരോധന സമയങ്ങളൊക്കെ ഉണ്ടാവില്ലോ. ഈ നിരോധന സമയം എപ്പോഴാ, ഏത് മാസം? പരമ്പരാഗത മത്സ്യത്തൊഴിലാളിക്ക് നിരോധനമില്ല. ആഴക്കടൽ മത്സ്യബന്ധനം നടത്തുന്ന ബോട്ടുകൾക്ക് നിരോധനം.
അതെ. അപ്പൊ നേരത്തെ വെച്ചാല് മെയ്യിൽ തുടക്കുമ്പോഴാണ് 60 ദിവസമായിരുന്നു നേരത്തെ ബോട്ടുകളുടെ നിരോധനം. അതിങ്ങനെ കാലം മാറി 45 ദിവസമായി മാറി. ഇപ്പൊ അങ്ങനെ കുറഞ്ഞു വരാനുള്ള കാരണം എന്താ? അത് ഒരേ സർക്കാർ കയറുമ്പോഴും ബോട്ടുകാര് വലിയ സെറ്റപ്പും മുതലാളിമാരും അല്ലേ, അവര് സമ്മർദ്ദം ചെലുത്തി. അല്ല, പ്രകൃതിയുടെ പ്രതിഭാസത്തിന്റെ പേരല്ല, അതെങ്ങനെയാണ് ഒരേ രാഷ്ട്രീയ പാർട്ടികൾ കയറുമ്പോഴും അവര് ബോട്ടുകാര് വലിയ സാമ്പത്തിക ഇറക്കി സാധനങ്ങളാണ്. അപ്പൊ അവരപ്പ സർക്കാരിന് സമ്മർദ്ദത്തിലാക്കി ദിവസത്തിനെ കുറക്കണം. സമ്പന്നന്റെ ബോട്ടായാലും പാവപ്പെട്ട ആ സമയം മത്സ്യത്തൊഴിലാളികളുടെ സങ്കടവും കൂടി കേൾക്കാൻ മനസ്സിലാക്കാൻ കാര്യം ശരിയാണ്. ഇതിന്റെ ഇൻകം കിട്ടുന്നതിന്റെ പ്രധാന പങ്ക് ഈ സമ്പന്നനാണെങ്കിലും അതിലെ തൊഴിലാളിയാണ് പ്രഥമ സ്ഥാനം. അപ്പൊ തൊഴിലാളി 40 ദിവസം 50 ദിവസം പട്ടിണി കിടന്ന് അവൻ്റെയും കൂടി കണക്കെടുത്തിട്ടായിരിക്കണം ഈ ചുരുക്കി എന്നുള്ളതാണ് എനിക്കൊരു ബോധ്യത്തോണ്. ഞാനതിന് എതിർപ്പല്ല പറഞ്ഞത്. അത് ഈ അങ്ങനല്ല, അതിന് അവൻ സമ്പന്നന്റെ കൂടെ പോണ കാരണം അവൻ പട്ടിണി കിടന്നോട്ടെന്ന് മാത്രം. കാരണം അവന് വേറെ ആരും ഒന്നും കൊടുക്കുന്നില്ലേ ഈ സമയത്ത്. പക്ഷെ ഒരുവിധം ബോട്ട് ഹാർബറുകളുള്ള സ്ഥലത്ത് മത്സ്യത്തൊഴിലാളി ഒരിക്കലും പട്ടിണിയാവില്ല. അങ്ങനെ ഈ ബോട്ടിൽ പോകുന്ന മത്സ്യത്തൊഴിലാളി അവർ പട്ടിണിയാവില്ല. കാരണം ബോട്ട് കഴിഞ്ഞാൽ പിന്നെ അവർക്ക് ഉൾനാടൻ മത്സ്യബന്ധനം അവർ നടത്തും. കാരണം ഹാർബർ ഉണ്ടല്ലോ, അവിടെ ഉൾനാടൻ മത്സ്യബന്ധനം ഉണ്ട്, ആ ഇതുണ്ട്. അല്ലെങ്കിൽ അവർ പരമ്പരാഗത മത്സ്യത്തൊഴിലാളികളുടെ കൂടെ പോരും. ഇപ്പൊ ഈ 60 ദിവസം എന്നുള്ള അവരെ സംബന്ധിച്ച് ബോട്ടിന്റെ കുറച്ച് പണികൾ, വലയുടെ കുറച്ച് പണികളൊക്കെ കഴിയുമ്പോൾ അവർക്ക് പിന്നെ 10-45 ദിവസം ഉണ്ടാവുള്ളൂ. 10-15 ദിവസം അവരുടേതായ പണികൾ ഉണ്ടാവും. അപ്പൊ ഈ 10-45 ദിവസം അവർ ഒന്നിലും കൂടെ നടൻ മത്സ്യബന്ധനത്തിന് പോകും, അല്ലെങ്കിൽ പരമ്പരാഗത മത്സ്യത്തൊഴിലാളികളായിട്ട് പണിക്ക് പോകും. പരമ്പരാഗത മത്സ്യത്തൊഴിലാളികൾ എന്താ ചെയ്യാന്ന് വെച്ചാൽ ഇവിടെ പണി ഇല്ലാണ്ടാകുമ്പോൾ അവരുടെ വഞ്ചികളും യാനങ്ങളും വലകളും ഒക്കെ അതിന്റെ കേടുപാടുകളൊക്കെ തീർത്ത് ചാകര ഒക്കെ വരുന്നതും കാതോർത്തും കണ്ണും നട്ടും ഇരുന്ന് ആ കാര്യങ്ങളിൽ ശ്രദ്ധ ചെലുത്തി എല്ലാം സെറ്റാക്കി ഇവിടെ വെക്കും. വരുമ്പോ എല്ലാരും കൂടെ സന്തോഷത്തോടെ പണിക്ക് പോകും. പരസ്പരം ഇല്ലെങ്കിൽ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ വാങ്ങിയും കൊടുത്തും ഇപ്പൊ കടക്കാരൻ്റെതായാലും ശരി, അല്ലെങ്കിൽ നാട്ടിലെ അയൽക്കാരൻ്റെതായാലും ശരി, വാങ്ങിയും കൊടുത്തൊക്കെ സന്തോഷമായിട്ട് അങ്ങനെ മുന്നോട്ട് പോകും. വിശപ്പുണ്ടാവും, മുണ്ടൊന്നും കൂടെ മുറി കൊടുത്തുങ്ങാട്ട് ഉണ്ണികളൊക്കെ കരച്ചിലൊക്കെ മാറ്റി കൊണ്ടുപോയി കാര്യങ്ങളായിട്ട് മുന്നോട്ട് പോകും. അപ്പൊ ഈ മത്സ്യബന്ധന മേഖലയില് എന്തൊക്കെ മാറ്റങ്ങൾ വരണമെന്നാ നിങ്ങൾ ആഗ്രഹിക്കുന്നത്? ഇനി എന്തെങ്കിലും മാറ്റങ്ങൾ വരണമെന്ന് ആഗ്രഹിക്കുന്നുണ്ടോ? അതായത് ഇപ്പൊ ഉള്ള രീതികളിൽ നിന്നും വ്യത്യസ്തമായി കുറച്ചും കൂടി സൗകര്യമായ രീതിയിലേക്ക് മാറണം, അങ്ങനെ എന്തെങ്കിലും ഇപ്പോഴത്തെ രീതികളിൽ? അല്ല, മത്സ്യത്തൊഴിലാളി മേഖലയിൽ മാറ്റങ്ങൾ വരേണ്ടതുണ്ട്. കാരണം എന്താ വെച്ചാല് മത്സ്യം പിടിച്ചുകൊണ്ടുവന്നപ്പോ എല്ലാവർക്കും കുറെ മത്സ്യം ഉണ്ടായാൽ മത്സ്യത്തിന് വില വളരെ കുറവാണ് കിട്ടാൻ. അപ്പൊ കിട്ടുന്ന വിലക്ക് അവിടെ കൊടുക്കുക. ആ മത്സ്യം സംസ്കരിച്ചു വെക്കാനുള്ളൊരു സംവിധാനം സർക്കാരിന്റെ ഭാഗത്തു നിന്നുണ്ടാവണം. അപ്പോൾ നമുക്ക് കിട്ടുന്ന മത്സ്യം ഇപ്പൊ വിലയില്ലെങ്കിൽ നമ്മൾക്ക് ആ സംവിധാനത്തിലേക്ക് മാറി അവിടെ സൂക്ഷിക്കാം. ഇതതില്ല. പരമ്പരാഗത മത്സ്യത്തൊഴിലാളിക്ക് എന്തോരം മത്സ്യം കിട്ടിയാലും വെക്കാൻ സൂക്ഷിച്ചു വെക്കാനുള്ള സംവിധാനം ഇല്ല. അപ്പൊ കിട്ടുന്ന വില കൊടുക്കണം. അപ്പൊ ആദ്യം ഒരു 50 കിലോ മത്സ്യം കൊണ്ടുവന്ന് ലേലം ചെയ്ത് ചെയ്യണത് 5000 രൂപ വെക്കണ. പിന്നെ അവിടുന്ന് 1 മണിക്കൂർ 1/2 മണിക്കൂർ കഴിയുമ്പോൾ ഇതിൽ 2000 രൂപയായി മാറും. പിന്നെ അത് 1000 രൂപയായി മാറും. അപ്പൊ ഇത് സൂക്ഷിച്ചു വെക്കാൻ സംവിധാനം ഇല്ലാത്തതിന്റെ പേരിൽ കിട്ടുന്ന വിലക്ക് കൊടുക്കുക. അവനൊരു നിശ്ചിത വിലയില്ല. പരമ്പരാഗത മത്സ്യത്തൊഴിലാളികളുടെ മത്സ്യത്തിന് ഒരു നിശ്ചിത വിലയില്ല. പക്ഷെ ബോട്ടോ കപ്പലൊക്കെ അങ്ങനെയല്ല. അവരപ്പം ഇറക്കൂല, അവരെ ഫ്രീസറിൽ അവിടെ വെക്കും, അതിൽ വെക്കും, പിറ്റേ ദിവസം ഇറക്കുള്ളൂ. പക്ഷെ ഇവിടെ അതല്ല. പരമ്പരാഗത മത്സ്യത്തൊഴിലാളി കിട്ടുന്നത് അന്ന് തന്നെ വിറ്റൊഴിച്ചോളാം. ഒഴിച്ചില്ലെങ്കിൽ അവന്റെ വഞ്ചിയിൽ കിടന്ന് ആവുള്ളൂ. പിന്നെ അതുപോലെ ഇപ്പൊ മണ്ണെണ്ണ ലഭിക്കണത് അത് പോരാ. ഒരു 500 ലിറ്റർ മണ്ണെണ്ണയെങ്കിലും ഒരു 25-ന്റെ ഇഞ്ചത്തിന് പെർമിറ്റ് ഉള്ള 25-ന് സർക്കാരിന്റെ 500 ലിറ്റർ മണ്ണെണ്ണ പെർമിറ്റ് കിട്ടണം. ഇയാൾ 100 ലിറ്റർ മണ്ണെണ്ണ കിട്ടിയിട്ട് ഇപ്പൊ ഞാൻ കൈപ്പമംഗലത്തുള്ള ഒരാളാണ്. അപ്പൊ അവിടെ നിന്ന് ഒരു ചാവക്കാടുക്ക് ഒരു ഓട്ടോ ഓടി അവിടെ മീനുണ്ടെന്ന് പറഞ്ഞു. അവിടെ ചെല്ലുമ്പോൾ മീനില്ല. അപ്പൊ അവിടെ നിന്ന് നേരെ അഴീക്കോടുള്ള വഞ്ചിക്കാർ വിളിക്കുന്നു, ഇവിടെ മീനുണ്ട് ഇങ്ങോട്ട് പോവാ. അവിടെ നിന്ന് ചാവക്കാട് നിന്ന് അഴീക്കോട് കൂടി വരുമ്പോ 50 ലിറ്റർ കത്തി കഴിഞ്ഞ്. അപ്പൊ 2 എഞ്ചിൻ വെച്ച് വരുമ്പോ 100 ലിറ്റർ മണ്ണെണ്ണ കത്തണേ. ഒറ്റ ദിവസം കൊണ്ട് തീർന്നു. മനസ്സിലായി. ഒരു വഞ്ചി നടത്തുന്ന ഒരാൾക്ക് 10,000, 12,000, 15,000 രൂപയാണ് കടം. അത് വള്ളണമെങ്കിലോ 25,000, 30,000 രൂപയാണ് കടം വരുന്നത്. അപ്പൊ പരമ്പരാഗത മത്സ്യത്തൊഴിലാളി എന്ന് പറഞ്ഞാല് കിട്ടുന്നത് കൊടുക്കണം. സൂക്ഷിച്ചു വെക്കാനോ പിടിക്കാനോ ഞങ്ങൾക്ക് വില കിട്ടണം, വില വേണം എന്ന് പറഞ്ഞില്ല. ഇനി അവന് അത് മറ്റൊരു മാർക്കറ്റിൽ കൊണ്ടുപോകാനുള്ള സംവിധാനം ഇല്ല. കാരണം മാർക്കറ്റിൽ കൊണ്ടുപോകണമെങ്കിൽ അതിന് ഐസ് കാര്യങ്ങളൊക്കെ വേണം. ഇപ്പൊ ഞങ്ങള് കൈപ്പമംഗലത്ത് ഫിഷറീസിന്റെ ഫിഷ് ലാൻഡിങ് ഉണ്ട്. മെറ്റൽ ഐസ് പ്ലാന്റ് നിർമ്മിച്ചതാണ്. പക്ഷെ അതിന്റെ പ്രവർത്തനം ഇല്ലാത്തതിന്റെ പേരിൽ അതൊക്കെ നശിച്ചുകൊണ്ടിരിക്കുക.
വരുന്ന സർക്കാരുകൾക്ക് നിവേദനം കൊടുക്കുന്നുണ്ട്, അല്ലെങ്കിൽ MLA കയ്യിലൊക്കെ കൊടുക്കുന്നുണ്ട്. അപ്പൊ അത് ഇത് ചെയ്യാന്ന് പറയുന്നുണ്ട്. ഇപ്പൊ മെറ്റലൈസ് ബ്രാൻഡ് ഉണ്ടാക്കിയതിന്റെ അതിന്റെ എന്താണ് പറയാ ഷട്ടറും അതിന്റെ ഗ്രില്ല് വെച്ചതൊക്കെ തകർന്നു വീണു. ബിൽഡിംഗ് ഇപ്പൊ ഒരു രൂപമായി ഇങ്ങനെ നിൽക്കുക, ഒരു പ്രതിമ പോലെ, ഒരു ഉപകാരമില്ല, കാഴ്ചയായി ഉപ്പ് കാറ്റല്ലേ. അത് പ്രവർത്തനം ഉണ്ടെങ്കിൽ അതിന്റെ മെയിൻ്റനൻസും കാര്യങ്ങളും കാലങ്ങളിൽ സമയബന്ധിതമായി നടക്കും. അപ്പൊ അതിന്റെ ഗുണം മത്സ്യത്തൊഴിലാളിക്ക് ഉണ്ടാവും. ഇപ്പൊ കമ്പനി കടയിൽ എന്ന് പറഞ്ഞാല് 10 കിലോമീറ്ററും 20 കിലോമീറ്റർ അകലെ പോയിട്ട് ഐസ് കൊണ്ടുവരുന്നത് അവിടെ ഇല്ല. ഇതിനൊക്കെ ഒരു മാറ്റം വേണം, അതാണ് വേണ്ടത്. നമ്മുടെ കൂടെ ഇന്ന് കടലിലെ എല്ലാ വിശേഷങ്ങളും പങ്കുവെച്ചത് നമ്മുടെ കടലിന്റെ മക്കളെ എന്ന് നമുക്ക് വിശേഷിക്കാൻ പറ്റുന്ന ബാബു ചേട്ടനും കുട്ടൻ ചേട്ടനും കുമാരി ചേട്ടനാണ്. അവർക്ക് ഒരുപാട് നന്ദിയുണ്ട്. നമുക്ക് എല്ലാവരുടെയും വിശേഷങ്ങൾ അറിഞ്ഞതിലും വളരെ സന്തോഷമുണ്ട്.